ഖുർആനിന്റെ വെല്ലുവിളി നിങ്ങൾ നോക്കി. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന എല്ലാ ദൈവങ്ങളെയും എല്ലാ ശക്തികളെയും ഒക്കെ നിങ്ങൾ കൂട്ടിക്കോ. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി പരിശ്രമിക്ക്. ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സാധിച്ചിട്ടില്ല. കെട്ടുകണക്കിന് പേപ്പറുകളും ലിറ്റർ കണക്കിന് മഷികളും ധാരാളം കലമകളും നഷ്ടപ്പെടുത്തിയിട്ടും ഒരായത്ത് പകരം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ചുമ്മാ ഇങ്ങനെ കൊണ്ടുവരുന്നൊക്കെ വായിച്ചിട്ട് നാണം കെട്ടുപോവാ. അൽഫീലു മൽഫീൽ വമാ അദ്റാക മൽഫീൽ ലഹു ദനബുൻ തവീൽ. ആയത്തിനോട് സാദൃശ്യമുള്ള ഖുർആൻ ഉണ്ടാക്കിയതാ ഇപ്പൊ കാണണേ. ആന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാണാത്തതിനെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചോദിക്കുന്നത്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഭയാനകമായ ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെ സംബന്ധിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതാ ചോദിക്കുന്നത് ഖുർആൻ. അല്ലാണ്ട് നമ്മളെല്ലാവരും നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുന്ന ആനനെ പറ്റിയല്ല ചോദിക്കണേ. ഇവരെഴുതിയതൊക്കെ അങ്ങനെയാണ്. ഇങ്ങനെ നാണം കെട്ട്. യഥാർത്ഥത്തിൽ ഈ വെല്ലുവിളി ആരോടാ ബഹുമാനികളെ നടത്തിയത്? അക്ഷരം പഠിക്കാത്ത ഖൗമിനോടാണോ? അല്ല, സാഹിത്യ സാമ്രാട്ടുകളുടെ മുമ്പിലാണ് ഈ വെല്ലുവിളി അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ഷരം പഠിക്കാത്ത റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് സമർപ്പിച്ചു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസൂയയാണ് ഇതിന്റെ പിന്നിലുള്ളതെല്ലാം. നിഷേധികൾ അവരുടെ മതത്തിലേക്ക് കൂട്ടാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഹസദ് കൊണ്ടിട്ടാണ്. അസൂയ തന്നെ. ഇതുപോലുള്ളൊരു സംസ്കാരവും ഇതുപോലുള്ളൊരു ആശയവും ഒരു ആദർശവും എന്റെ മതത്തിലും സംസ്കാരത്തിലും ഇല്ലല്ലോ. ഇതെല്ലാം അവിടെയാണല്ലോ. അതുകൊണ്ടിട്ട് അതിനെ തകർക്കണം. ലോകത്ത് നടക്കുന്നതാണ്. മുസ്ലിം ഉമ്മത്തിനെ കശാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ തകർക്കാനും നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അസൂയാണ്. കാരണം അവരുടെ ഒന്നും ഇവിടെ നിലനിൽപ്പില്ല ബഹുമാനികളെ. സത്യമേ ലോകത്ത് നിലനിൽക്കൂ, അതേ വിജയിക്കൂ. ഉണ്ടോ? ഖുർആനിന്റെ വെല്ലുവിളി നിങ്ങൾ നോക്കി. അക്ഷരം പഠിക്കാത്ത ആൾക്കാരോടാണ്. സാഹിത്യ സാമ്രാട്ടുകൾ, നിമിഷ കവികൾ, അങ്ങനെയുള്ളവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തത്. നിസ്സാര നിമിഷ നേരങ്ങളെ കൊണ്ടിട്ട് പാട്ടൊക്കെ ഉണ്ടാക്കും. മുസ്ലിങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ളവരും. അങ്ങനെയുള്ള സാഹിത്യ സാമ്രാട്ടുകളുടെയും വിവരസ്ഥന്മാരുടെയും മുമ്പിലേക്ക് ഈ കൊടുക്കുന്ന ആളാരാ? ഒരക്ഷരം പഠിക്കാത്ത ആളാണ്. ഇത് അത്ഭുതമല്ലേ? മദ്രസ കണ്ടിട്ടില്ല, ആശാങ്കളരി പോയിട്ടില്ല, ഒരു ഗുരുവിന്റെ അടുക്കൽ ഇരുന്നിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഈ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബദല് കൊണ്ടുവാ. നിങ്ങൾ എല്ലാവരും കൂടെ കൂടിക്കോ. സാധിച്ചില്ല. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു, എന്നും നിലനിൽക്കും. അതിൽപ്പെട്ട ഒരു വെല്ലുവിളിയാ ഇത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സഅ. 5 കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്രമാത്രം പഠിച്ചാലും എത്രമാത്രം പരിശ്രമിച്ചാലും നിങ്ങൾക്ക് വിവരം കിട്ടൂല. നമുക്കൊക്കെ എല്ലാം അറിയാമെന്നും പറഞ്ഞല്ലേ ഉമ്മാനികളെ അമ്മ നടക്കുന്നത്. ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ ചെന്ന മൂസാ നബിയോട് ആ കപ്പലിനകത്തേക്ക് കയറിയിരുന്നപ്പോ കപ്പലിന്റെ അറ്റത്ത് വന്ന ഒരു കുരുവി, ഒരു കുളവി, ഒരു കൊച്ചു ചികിളി ആ വിശാലമായ ബഹറിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊണ്ട് കൊത്തിയെടുത്തപ്പോ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, മൂസാ നബിയെ, ആ പക്ഷി ആ വെള്ളം കൊത്തിയപ്പോ കടലിനകത്ത് എത്ര കുറവ് വന്നിട്ടുണ്ട്? ഒരു കുറവ് വന്നിട്ടില്ല. എന്നാൽ ഇത്ര പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇൽമിനെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പൊ ഇൽമ അവിടെ ബഹുമാനികളെ എല്ലാം അറിയാന്നുള്ളൊരു ധാരണയിലും ശൈലിയിലുമാണെന്ന് പലരുടെയും പോക്ക്. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇൽമൊന്നും ഇല്ല. എന്നിട്ട് എടുത്തൊരു 5 എടുത്തിടുകയാണ്. 5 കാര്യത്തെ സംബന്ധിച്ച് പടച്ചതമ്പുരാന്റെ അടുക്കൽ മാത്രമാണ് ഇൽമ്. വെല്ലുവിളി. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരിശ്രമിക്കുക, നിങ്ങളൊന്ന് കുണ്ടാ. സാധിക്കൂല. ലോകത്തിന്റെ അവസാനം വരെ സാധിക്കൂല. അതാ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആരെല്ലാം തകർക്കാൻ നോക്കിയാലും ആരെല്ലാം ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും ഒരു നിലയ്ക്കും നശിക്കാതെ ലോകത്തിന്റെ അവസാനം വരെ നിലനിൽക്കുന്നത് എന്താ? പരിശുദ്ധ ഖുർആനും ഈ ഉമ്മത്തും. തീരൂല. ഉമ്മത്തിനെ ഏതെല്ലാം നിലയ്ക്ക് ഉന്മൂലനം ചെയ്യാൻ നോക്കിയാലും ഉമ്മത്ത് ലോകത്തിന്റെ അവസാനം വരെയും എല്ലാ നിലയ്ക്കും വളർന്നേക്കും. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞ വലൗ കരിഹൽ മുശ്രിക്കൂൻ. നിഷേധികൾ വെറുത്താലും ഇത് വളരുക തന്നെ ചെയ്യും. അതല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നത്. ഹാദിയൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ല. അള്ളാഹു ആ സഹോദരിയുടെ ഈമാനിനെ പടച്ചതമ്പുരാൻ ഉറപ്പിച്ച് നല്ല കാമിലായ നിലയ്ക്ക് അള്ളാഹു തആല നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം
ബഹുദൈവ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒരു അഭിമാനത്തിൻ്റെ വിഷയം മാറിയിരിക്കുകയാണ്. ഇവിടെ അഭിമാനമൊന്നുമില്ല. അവിടെ ഇപ്പം അങ്ങോട്ട് പോയിട്ട് എന്തുട്ടാ ഇങ്ങോട്ട് വന്നിട്ട് ലായിലായില്ലെന്ന 4 ദിവസം പറഞ്ഞു, അപ്പുറത്തേക്ക് പോയിട്ട് രാമാറാണെന്നോ. ഞാനിപ്പോൾ ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ അങ്ങനെ ആരെയൊന്നും പിടിച്ചൊന്നും നിർത്തണില്ലേ. ലാ ഇക്റാഹുദ്ദീൻ, ആരും ഇങ്ങോട്ടൊന്നും പോരൊന്നും വേണ്ട. മോളെ ആറ്റുനോറ്റ് വളർത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്ന് കൈക്കൂലിയും കൊടുത്ത് MBBS കൊണ്ടേ ചേർത്ത് MBBS ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മുശ്രിക്കിൻ്റെ കൂടെ പോയി. അതിലിപ്പോൾ ഇവിടെ ആരാ പരാതിയും കൊണ്ടുവന്ന് അവളെ കൂടെ പോയി. ആ പട്ടേമാട്ടെ ആ മോളെന്തേ അത് പോയി, ആ ചത്തുപോയ കൂട്ടത്തിൽ പെടുത്തി. ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. അതിനിപ്പോൾ എന്താ പിരിഞ്ഞാത്ത ഇട്ടില്ലേ? അല്ല ഇന്നലേറ്റ പത്രത്തിൽ ആലുവായിൽ കുന്നുകരെല്ലൊരു പയ്യൻ ഒക്കെ വാപ്പായുമായി വളർത്തി തന്നെയാ. കണ്ണായിട്ട് വളർത്തി, തേനായിട്ട് വളർത്തി, സമ്പാദ്യങ്ങളെല്ലാം കൊണ്ടുപോയി മോനെ IPS ഇടിപ്പിച്ചു. അവൻ പരീക്ഷ എഴുതിയപ്പോൾ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞു. 2 ജയിലിൽ കിടക്കുകയാണ്. അവൻ എന്നിട്ട് ആ സമ്പത്ത് ആർക്കൊണ്ടേ കൊടുത്തു? ഒരു നസ്രാണിക്ക് കൊണ്ടേ കൊടുത്തു. അതിനിപ്പോൾ ആർക്കാന്ന് ഇവിടെ പരാതി? ഇവിടെ കാക്കാമാരെ എൻ്റെ പേരിൽ ഒച്ചെടുത്തോണ്ട് എടുക്കുക. എടാ നിന്റെ മോൻ പോയിട്ട് അങ്ങനെ ഇപ്പൊ ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടിയിലോടെ അവനെ കൂടി പിടിക്കടാ. എവിടെ പിടിക്കണു? ലായിക്രാവിത് അവൻ അവന്റെ പാട്ടിനോട്ടെ. യാതൊരു നിർബന്ധം ഇതിനകത്തില്ല. താറാവും മുട്ട തരാം, ഇങ്ങോട്ട് വാ. ഇല്ല ഇല്ല ഇല്ല. വീട് പണിത് തരാം, ഇങ്ങോട്ട് വാ. ഇല്ല ഇല്ല. പെണ്ണിനെ കെട്ടിക്കാൻ കാശ് തരാം, ഇങ്ങോട്ട് വാ. ഇല്ല ഇല്ല ഇല്ല. കാരണം എന്താ? ഇത് ജീവനുള്ള പ്രസ്ഥാനമാണ്. ജീവനില്ലാത്ത സാധനത്തിന് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മാറ്റി വെക്കണമെങ്കിൽ 4 ആള് 4 വശത്ത് പിടിക്കണം, അപ്പോഴേ നീങ്ങുള്ളൂ. ഇസ്ലാം അല്ലാത്ത ഏത് സംസ്കാരവും ഈ ലോകത്ത് വളരണമെങ്കിൽ 3-4 ശക്തികൾ അതിന്റെ പിന്നിൽ വേണം. ഒന്ന് ഭരണം വേണം. ഭരണം വേണം ഇസ്ലാം അല്ലാത്ത സംസ്കാരം ഈ ലോകത്ത് വളരണമെങ്കിൽ. രണ്ടാമത്തേത് സമ്പത്ത് വേണം. മൂന്നാമത്തേത് ലഹരി വേണം. നാലാമത്തേത് പെണ്ണു വേണം. ഇത് 4 ഉണ്ടെങ്കിലേ മറ്റു പല സംസ്കാരങ്ങളും വളരൂ. ഇസ്ലാം അങ്ങനെയല്ല. ഇത് ജീവനുള്ള പ്രസ്ഥാനമാണ്. ഉണ്ടാ ഇത് താനേ വളരുകയാണ്. ആരാ വളർത്തുക? അമേരിക്കയിൽ പോയി വഴന്നു പറയണ ആരാ? ലണ്ടനിൽ പോയി നസീഹത്ത് കൊടുക്കണ ആരാ? ബഹുമാനികളെ, എല്ലാ ഭാഗത്തും ഇത് വളരുകയാണ്. ഉണ്ടാ ഇതാരും വളർത്തണതല്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. യാതൊരു നിർബന്ധം ഇല്ല. പൊന്നാനിയിലൊക്കെ പോയിട്ട് വന്ന ആളുകളെ ഇപ്പൊ ഇവിടെ എല്ലാവരും മാലയിട്ടുകൊണ്ട് കിടക്കണ്ട. ഉണ്ടാ അങ്കമാലി എന്നൊരു ചങ്ങാതി പോയി പൊന്നാനിയിലേക്ക്. അതിന് അവിടെ ചെന്ന് പിന്നെ ഇസ്ലാമൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് അമ്മ പിടിച്ച ബെറുകൊള്ളി കൊണ്ട് തല്ലി അപ്പൻ കസേര എടുത്ത് പുറകെ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വരുവാണ്. അപ്പൊ ആവശ്യമില്ലാതെ ഇരിക്കുന്നത് നീ പള്ളിയിലേക്ക് തന്നെ. ശരിയാണോ ബഹുമാനികളെ? എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയല്ലേ? തല പൊട്ടിയിട്ട് പിന്നെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആവശ്യമില്ലാതെ എന്താ പറയാ? അത് ഇതുണ്ടായതല്ല കേട്ടോ, ആദ്യം പറഞ്ഞത് ഉണ്ടായതാ. തല പൊട്ടിയിട്ട് ഇപ്പൊ പള്ളിയിലേക്ക് വരുവാണ്. എന്താടാ നിന്റെ തലയ്ക്കെന്ത് പറ്റി? അത് അപ്പൻ വെറുകൊള്ളിയും കൊണ്ടിട്ട് അടിച്ചതാ മുസ്ലിയാരെ, ഞാൻ മുസ്ലിം ആയതിന്റെ പേരിൽ. നീ പോയി പള്ളിയിലേക്ക് ഓടി വന്നേ, നീ ആശുപത്രിയിലേക്ക് ഓടി എങ്ങനെ? കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ശരിയല്ലേ? ആരാണ് ഇവിടെ പരിഗണന കൊടുക്കുന്നത്? ഒരാള് മുസ്ലിം ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ ബഹുമാനം കൊടുക്കണത് ആരാ? നീ നിന്റെ പണിയൊക്കെ നീ ഇതിലേക്ക് വന്നെങ്കിൽ ഇതിനകത്ത് കടുത്ത പരീക്ഷണം. ഇതപ്പോ മുസ്ലിയാർ പറഞ്ഞു കൊടുക്കണ വഴല്. നീ ഇതിലേക്ക് വന്നാൽ കടുത്തമായ പരീക്ഷണങ്ങളെ നിനക്ക് നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങളെ അതിജീവിച്ച് നിനക്ക് ഇതിനകത്ത് നിലനിൽക്കേണ്ടി വരും. ഒരിക്കലും നിനക്ക് സുഖമല്ല കിട്ടാൻ പോൾ. ഇങ്ങനെയാണോ ബഹുമാനികളെ മറ്റു മതത്തിലേക്ക് എന്നാൽ? അല്ല. അതാ ഞാൻ പറഞ്ഞ, ഇതിലേക്ക് ബലമായിട്ട് കൊണ്ടുവരലില്ല. ഇതിലേക്ക് വന്നാൽ തന്നെ പ്രത്യേകിച്ചൊരു പരിഗണനയുമില്ല. ആ നിലയ്ക്കുള്ളൊരു സംസ്കാരമാണ്. കണ്ടോ നോക്കി. അപ്പൊ അതുകൊണ്ട് ബഹുമാനികളെ, ഇത് ഒരു നിലയ്ക്കും ആ രീതിയിലുള്ള വശീകരണ ശൈലിയുള്ളതല്ല. സ്വന്തം ഇഷ്ടപ്രകാരം പഠിച്ച് വളർന്ന് ഇതിലേക്ക് കടന്നു വരിക. അതാണ് ഹിദായത്ത്, അതാണ് ഈമാൻ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഈ ഒരൊറ്റ ആയത്ത് മതി ഒരു ബുദ്ധിയുള്ള മനുഷ്യന് അല്ലാഹുവിനെ അംഗീകരിക്കാൻ, ഇസ്ലാമിലേക്ക് വരാൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒന്നാമത്തത് ഇന്നല്ലാഹു ഇൻദഹു ഇൽമുസ്സാഅ. പഠിച്ചിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലോകത്തിന്റെ അവസാനം എന്നാണെന്ന് പടച്ച തമ്പുരാന് മാത്രമേ അറിയൂ. എല്ലാവരും പറയുന്നുണ്ട് ലോകത്തിന് അവസാനം ഉണ്ടെന്ന്. ഏത് ശാസ്ത്രവും പറയും ലോകത്തിന് അവസാനമുണ്ട്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്. സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. വിജ്ഞാനമൊക്കെ നേടുന്നുണ്ട്, പക്ഷേ ദീനിയായ കാര്യത്തിനല്ല. പഠിക്കണ്ട്, ഉദ്ദേശം വേറെയാണ്. ഇതൊക്കെ കറക്റ്റാണോ നോക്കി? പുരുഷൻ പെണ്ണിന് വഴിപ്പെടുക. അവള് പറയണ കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാപ്പ മാറിക്കട്ടെ, ഉമ്മ മാറിക്കട്ടെ, തൽക്കാലം ഇപ്പൊ ഇവള് പറഞ്ഞാൽ ചെയ്യാം. അതങ്ങനെയാണ്.
ഉമ്മാനെ ഇടങ്ങേറാക്കുന്ന മക്കൾ വരിക. കൂട്ടുകാരന്റെ കാര്യം പിന്നെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും പരിഗണന കൊടുക്കുക, ബാപ്പാരോട് മാറിയിരിക്കാൻ പറയാ. ഒക്കെ കറക്റ്റാണോ? ഒരെണ്ണ ഇതിനകത്ത് കളയാനില്ല. ലഹറത്തിൽ അസ്വാത്ത് ഫിൽ മസാജിദി, പള്ളിയിൽ കയറി എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുണ്ട് ദുനിയാവിൻ്റെ ഒരു കാര്യം ചോദിച്ചപ്പോൾ അവൻ്റെ കയ്യേലും കൂടി പിടിച്ചു. എന്നിട്ട് പള്ളിയുടെ പുറത്തേക്ക് വന്നിട്ട് നിന്റെ നാടെവിടെയാന്ന് ചോദിച്ചു. എൻ്റെ നാടിൻ്റെ സ്ഥലത്താണ്, നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കണം. നീ ഈ നാട്ടുകാരനാണെങ്കിൽ നിന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്, പള്ളിക്കകത്താണോടാ ദുനിയാവിൻ്റെ വർത്താനം പറഞ്ഞതെന്ന്. ഇന്നെങ്ങനെയുണ്ട് നമ്മുടെയൊക്കെ പള്ളികൾ? ലഹറത്തിൽ അസ്വാത്ത് ഫിൽ മസാജിദി കാന സഈമുൽ ഖൗമി അർദലഹും സാദൽ ഖബീലത്തു മഫാസിഖഹും. കുറ്റവാളികൾ ഭരണാധികാരികളാകുക. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാനുണ്ടായ വിശേഷണം എന്താണ്? കുറ്റവാളികൾ ഭരണാധികാരികളാകുക. കാന സഈമുൽ ഖൗമി അർദലഹും, താഴെക്കടയിൽ കിടക്കുന്നവരും മേലെക്കടയിലേക്ക് വരിക. നീ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 3ാം ക്ലാസ് പഠിച്ചാൽ മതി ചെറിയ ആളുകൾക്ക് നിന്നെക്കാളും വലിയ വിധിയിട്ട്. അതാണ് താഴെ കിടന്നവർ മൂളി കയറും. ഒക്കെ നോക്കി എന്തെല്ലാം നബിത്തങ്ങൾ എണ്ണി പറഞ്ഞു ബഹുമാനികളെ. ഇങ്ങനെ അടയാളങ്ങൾ പറയാൻ, ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് ദൃശ്യമായാൽ ലോകം അതിന്റെ അവസാനത്തിലേക്ക് അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇഷ്ടം പോലെ ലാ തഖൂമു സ്സാഅതു ഹത്താ തത്ലഉ ശംസു മിനൽ മഗ്രിബി. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് നിങ്ങൾ കണ്ടാൽ ലോകം അവസാനിക്കാൻ അടുത്തു നിങ്ങൾ മനസ്സിലാക്കിക്കോന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊന്നും വന്നിട്ടില്ല. അപ്പൊ ആദ്യം എണ്ണി പറഞ്ഞൊക്കെ വന്നേക്കുന്നതാണ്. ഇതൊന്നും വന്നിട്ടില്ല. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക, അതും വളരെ കറക്റ്റായിട്ട് ഇങ്ങ് വിശദീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരു രാത്രി വരാനുണ്ട്, 3 രാത്രിയുടെ കണക്കുള്ള രാത്രി. ആ രാത്രിയുടെ ദൈർഘ്യം അങ്ങനെയാണ്, 3 രാത്രി. സാധാരണ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റു, ഒളു ചെയ്തു, നിസ്കരിക്കുന്ന ആണോ പെണ്ണോ നിസ്കരിച്ചു, സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നില്ല. എനിക്ക് എന്ത് സംഭവിച്ചു? എവിടെയോ പശു പറ്റിയില്ലോ, വീണ്ടും കിടക്കും. രണ്ടാമത് ഉറങ്ങിയാണ്, ആദ്യം ഉറങ്ങിയോടത്തോളം തങ്ങളുടെ വാക്കുവെങ്കി വീണ്ടും എഴുന്നേറ്റിട്ട് ഒളു ചെയ്തു, ചെല്ലേണ്ടതെല്ലാം ചെല്ലി, ദുആ ചെയ്യേണ്ടതൊക്കെ ദുആ ചെയ്തു, ബാങ്ക് കേൾക്കണില്ല. എനിക്ക് എന്ത് സംഭവിച്ചു? വീണ്ടും കിടക്കും. 3ാമത്തെ കിടത്തം കടന്ന് എഴുന്നേൽക്കുമ്പോൾ ഇദാ തലഅ ശംസു മിനൽ മഗ്രിബി, പടിഞ്ഞാറ് ഉദിച്ചു പൊങ്ങുകയാണ്. തങ്ങൾ പറയാണ്, സർവ മനുഷ്യന്മാരും അപ്പൊ വിളിച്ചു പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. ഖുർആൻ പറയാണ് അന്നത്തെ ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പരിഗണനയില്ല. അതുവരെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. തലയ്ക്ക് മുകളിലെത്തിയാൽ പിന്നെ പടിഞ്ഞാട്ട് പോയിട്ട് അത് അസ്തമിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഇനി വരാനുള്ളൂ. അത് വന്നതിന് മുമ്പ് ഇവിടെ വേറെ ചിലതൊക്കെ വരാനുണ്ട്. മഹദി ഇമാമു വരും ബഹുമാനികളെ. ഇന്നീ കാണുന്ന ഈ അസ്വസ്ഥതകൾക്കെല്ലാം സമാധാനം ഉണ്ടാവും. ഈ കൊലപാതകങ്ങൾക്കെല്ലാം അറുതി ഉണ്ടാകും. ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം മുസ്ലിം ഉമ്മത്ത് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ തന്നെയാണ് ഉമ്മത്തിന്റെ അവസ്ഥ. ഏതെല്ലാം കാലഘട്ടത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം ഉമ്മത്ത് പിടിച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെ ആ പരീക്ഷണത്തിൽ നിന്ന് ഉമ്മത്ത് അതിജീവിച്ചിട്ടുണ്ട്. ഇരകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ ഫിറൗനിനെയും പാർട്ടിയെയും തകർത്തുകൊണ്ട് ഫിറൗൻ നശിപ്പിച്ചതായ വർഗത്തിന് അല്ലാഹു തആല അധികാരം കൊടുത്ത് അനുഗ്രഹിച്ചു. അങ്ങനെ തന്നെയാണ് ഇതിന്റെ ചരിത്രം. മഹദി ഇമാം ഇവിടെ വരും, ഈ ഉമ്മത്തിന് അധികാരത്തിലേക്ക് വരും. അതെത്തിയിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും, എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ലോകം എന്നാണ് അവസാനിക്കുക ആർക്കും അറിയില്ല. സംഗതി ഇത് ഉറപ്പാണ്. എല്ലാവരും പറയുന്നു സംഭവം ഉറപ്പാണ്. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മഴ എപ്പോഴാണ്, എത്രയാണ്, എവിടെയാണ് പെയ്യുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത കാര്യമാണ്. നിങ്ങൾക്കറിയില്ല. അതൊക്കെ വെറുതെ മനസ്സിലായ മഴ എത്ര മില്ലി പെയ്യോ എന്നുള്ളത് ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറയണമൊക്കെ ഉണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴ എന്ന് പറയും, ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ എന്ന് പറയും. ലക്ഷദ്വീപിലുള്ള ആളോട് ചോദിക്കഴിഞ്ഞാൽ അവിടെ മഴയായിട്ട് പുറത്തിറങ്ങാൻ നിവൃത്തി ഉണ്ടാവില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചൂടായിട്ട് ഇരിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. ഒരു കാർട്ടൂൺ കണ്ടു ഒരിക്കൽ ഒരു പേപ്പറിനകത്ത്, ഒരു കൊട്ടയുടെ അടിയിൽ ഒരു തവളേൻ്റെ ഇട്ടിട്ട് ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കുകയാണ്.
അപ്പോൾ തവള കൊറോന്ന് പറഞ്ഞാൽ അടുത്ത 24 മണിക്കൂർ ഒറ്റപ്പെട്ട കനത്ത മഴ തട്ടിക്കൊടുക്കും. തവള മിണ്ടണില്ലെങ്കിലോ വരണ്ട കാലാവസ്ഥ. ഇതൊന്നും നിന്റെ അറിവിൽപ്പെട്ടതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ കണ്ടോ. ആളുകളൊക്കെ പറയുന്നുണ്ട്, കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ പറഞ്ഞത് അനുസരിച്ചാണല്ലോ. അത് പൊട്ടക്കണ്ട മാത്തേലെറിയുമ്പോൾ ചിലപ്പോൾ മാങ്ങയെ കൊള്ളുവേ. അതൊരു എയറാണത്. ചിലപ്പോൾ കൊള്ളും, ചിലപ്പോൾ കൊള്ളൂല. അത് തന്നെ ഇതിനകത്തുള്ളു. കൃത്രിമ മഴ പെയ്യിപ്പിച്ച ഒരു 10-20 വർഷം മുമ്പാണ്, ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. കേരളം ഇങ്ങനെ വരണ്ട് നിൽക്കുമ്പോൾ ഇടുക്കിയുടെ കാച്ചമെന്റ് ഏരിയയിൽ മഴ പെയ്യിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. മദ്രാസിൽ നിന്നൊരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് കൊച്ചി നേവിയുടെ പിന്നെ എയർപോർട്ടിലാണ് അന്ന് പ്ലെയിൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയും കാര്യങ്ങളൊന്നുമില്ല. മദ്രാസിൽ നിന്ന് ആ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് കൊച്ചിയുടെ നേവിയുടെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ പ്രത്യേകമായ ചിറകിനകത്ത് അലുമിനിയത്തിൻ്റെ തിരി നിറച്ചു, സിൽവർ അയഡൈഡ് നിറച്ചു. എന്നിട്ട് ഇടുക്കിയുടെ വെള്ളം കെട്ടി നിൽക്കുന്ന കാച്ച്മെന്റ് ഏരിയയുടെ മുകളിലേക്ക് ഈ ഹെലികോപ്റ്ററിനെ പറപ്പിച്ചിട്ട് കാർമേഘത്തിന്റെ മുകളിൽ ഈ സിൽവർ അയഡൈഡ് സ്പ്രേ ചെയ്തിട്ട് കാർമേഘത്തിനെ ഉരുക്കി വെള്ളമാക്കി താഴത്തേക്ക് അടിച്ചു. എന്നിട്ട് പത്രത്തിലൊക്കെ വാർത്ത വന്നു, കേരളത്തിൽ കൃത്രിമ മഴ പെയ്യിപ്പിച്ചു. അന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെട്ടു. അന്ന് എഴുതിയതിലൊക്കെ പ്രധാനിയായിരുന്നു വിൻസെന്റ് ഡിസൂസ എന്നൊക്കെ പറയുന്ന ആ വിവരജ്ഞനായ മനുഷ്യനൊക്കെ. അയാളൊക്കെ എഴുതി, ഇത്രയും അടി ഖനത്തിൽ എവിടെയെങ്കിലും കാർമേഘം നിന്നാൽ ചാറ്റൽ മഴ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പൊ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയതും ഈ കഠിനാധ്വാനം ചെയ്തതുമെല്ലാം വെറുതെ. പശുവിനെ കൊണ്ടുവന്ന് തൊഴുത്തി കെട്ടിയിട്ട് നന്നായിട്ട് കൊപ്രാവെള്ളവും തവിടും തീറ്റയൊക്കെ കൊടുത്ത് രാവിലെ വലിയ ബക്കറ്റിനകത്ത് പോയി നിറച്ച് പാല് കറന്നു കൊണ്ടുവന്ന് വീടിന്റെ ഉമ്മറത്ത് വെച്ചിട്ട് പെണ്ണുമ്പിള്ളേട്ട പറയുന്നേ, നോക്കിയടി എൻ്റെ പാല്. അത് നിന്റെ പാലല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൊപ്രയും വെള്ളവും ആ തീറ്റയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ശരീരത്തിൽ നിന്നും ആ മാറിടത്തിൽ കൂടി തന്നതായ പാലാണ്. ഇത് തന്നെ അല്ലാഹു തആല ചോദിക്കണം, എടാ മേഘത്തിന്റെ ഉള്ളിൽ നിന്നും വെള്ളം താഴേക്ക് ഇറക്കുന്നത് ഞാനാണോ അതെയോ നീയാണോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ പെയ്യിപ്പിക്കുന്നത് അതേ ഞാനാണോ? ഈ നെടുമങ്ങാട്, തിരുവനന്തപുരം അടുത്ത് പൊന്മുടി അടുത്ത് നെടുമങ്ങാട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലം. ഞാൻ ഇതിന് അനുഭവപ്പെട്ട ആളാണ്. ഒരു 1 മണിക്കൂർ ഒരു മഴ, ഒരൊറ്റ മഴ, മോളിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ഇരട്ടിയാന്ന് പറഞ്ഞ അടിയിന്ന് പോകണത്. അത് ആളുകളുടെ തോന്നലാണ്. മോളിൽ നിന്ന് വെള്ളം കൂടെ ഇറങ്ങി താഴ്ന്ന പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അടിയിൽ കൂടെ വെള്ളം പൊങ്ങണതായിട്ട് ആൾക്കാർക്ക് തോന്നി. 1 മണിക്കൂർ മഴ നിന്ന് പെയ്തപ്പോൾ നെടുമങ്ങാടിന്റെ പരിസരം, തൊളിക്കോട്, അഴീക്കോട് ഭാഗങ്ങളിലെല്ലാം വെള്ളം പൊങ്ങി, പ്രാന്തപ്രദേശങ്ങളെല്ലാം നിറഞ്ഞു, ധാരാളം ജീവികൾ നഷ്ടപ്പെട്ടു, ലക്ഷക്കണക്കിന് കൃഷികൾക്ക് നാശം സംഭവിച്ചു. എന്റെ ബഹുമാനികളെ, തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് യാതൊരു അറിയിപ്പും ഈ പരിസരത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, മഴ എപ്പോഴാ പെയ്യുന്നതെന്ന് അറിയുമായിരുന്നെങ്കിൽ ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നോ? പൊന്മുടിയുടെ താഴെ താമസിക്കുന്ന പ്രാന്തപ്രദേശങ്ങളിലുള്ളവരെല്ലാം ഉടനെ ആലപ്പുഴ ജില്ലയിലേക്കോ കോട്ടയം ജില്ലയിലേക്കോ മാറിക്കോ, ഇവിടെയെല്ലാം വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞില്ല, അവർക്ക് പറയാൻ കഴിയില്ല. ഇതാ പടച്ചോൻ പറഞ്ഞു, വയുനസ്സിലുൽ ഗൈസ. മഴ എപ്പോഴാണ്, എത്ര അളവിലാണ്, എവിടെയാണ് പെയ്യുക എന്ന് പടച്ചതമ്പുരാന് മാത്രമേ അറിയൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ഒടുക്കത്തെ മഴ എന്നൊന്നും നമ്മൾ പറയരുത്. പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹം. ഇതില്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടാവും, മനുഷ്യനുണ്ടാവും, ജീവി ഉണ്ടാവും. പുറ മഴയെ സംബന്ധിച്ച് പറയണത് അങ്ങനെയല്ലേ. ഒരിക്കലും നമ്മൾ മഴയെ കുറ്റപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്കൊരു സാധനം, നിങ്ങൾ എനിക്കൊരു സാധനം തന്നേക്കുകയാണ്, ഒരു സമ്മാനം. എൻ്റെ അടുത്ത് വന്നിട്ട് ബാബുശ്ശേരി ഇത് ഇന്ന ആൾ തന്നതാണ്, ഞാൻ ഇങ്ങനെ അഴിച്ചു നോക്കി, ഉണ്ടേ കൊടുക്കണ എനിക്ക് കാണിക്കാനത്. അത് ആ തന്നയാളുടെ മുഖത്തേക്ക് നമ്മൾ എറിയണത്, ഇവൻ്റെ മുഖത്തേക്കല്ല, തന്നയാളുടെ മുഖത്തേക്ക്. ഈ മഴ ആവുന്ന അനുഗ്രഹം ആരാ വർഷിപ്പിക്കുന്നത്? പടച്ചോൻ വരാനാണ്. ഒടുക്കത്തെ മഴ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ശപിക്കുന്നത് റബ്ബിനെയാണ്.
അങ്ങനെയുള്ള വാക്കുകൾ പറയാതെ നമുക്ക് മഴ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ നമ്മ എന്താ പറയേണ്ടതറിയോ? അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന. പടച്ചവനെ, ഞൻ്റെയും ഞങ്ങളുടെയും പരിസരത്ത് നീ പെയ്യിപ്പിക്കാതെ ഇതിൻ്റെ ചുറ്റുവട്ടത്തേക്ക് അല്ലാഹുവേ നീ മഴയെ മാറ്റിത്താട്ടെ അല്ലാ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. നബി തങ്ങൾ എങ്ങനെയാണ് ദുആ ചെയ്തത്? മദീന പള്ളിയിൽ മസ്ജിദ് ഹമാമ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് മദീന പള്ളിയുടെ തൊട്ടടുത്ത്. അവിടെ നിന്നിട്ട് ദുആ ചെയ്ത് അല്ലാഹുമ്മ സ്ഖിറൽ ഗൈസ, പടച്ചവനെ നീ ഞങ്ങൾക്ക് മഴ താട്ടെ അല്ലാ. ഒരാഴ്ച നിന്ന് പെയ്തു എന്നാ. ഒരാഴ്ച എത്തിയപ്പോൾ സഹാബാക്കൾ എന്നൊരു സങ്കടം പറഞ്ഞപ്പോൾ നബി തങ്ങൾ ആ ദുആ ചെയ്ത സ്ഥലത്ത് തന്നെ എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന, ഇവിടെ പെയ്യിപ്പിക്കില്ല റബ്ബേ, മഴ അങ്ങ് മാറി. അല്ലാഹുവേ, അങ്ങനെയൊക്കെ കാണിച്ചെന്ന സ്ഥലത്തൊക്കെ ഇന്ന് എത്രയോ പ്രാവശ്യ മെമ്പറിലൊക്കെ നിന്നിട്ട് ദുആ ചെയ്യുന്ന അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ വറഹ്മത വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ, ഒരു തുള്ളി വീണില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പം തന്നെ കിട്ടണതൊക്കെ ഉണ്ടായി. ഉമ്മാനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂന്നാക്കൽ വളാഞ്ചേരി അടുത്തൊരു സ്ഥലമുണ്ട് മൂന്നാക്കൽ, നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. നല്ല മഹത്വമുള്ള സ്ഥലമാണ്. 16 ഏക്കറുണ്ട് ഈ ഖബർസ്ഥാൻ. അവിടെ ഖബറിൻ്റെ അകത്ത് ഒരാൾ ഖബർ സ്വന്തമായിട്ട് കുഴിച്ചിട്ട് അതിനകത്തിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിനെ ആളുകൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ദ്വാരിപ്പിക്കാൻ അവിടെ കൊണ്ടുവന്നേന്നാണ്. ഉമർ ഖാദി തങ്ങളിങ്ങനെ വന്നിട്ട് ദുആ ചെയ്തു അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ വറഹ്മത. മേഘം ഇങ്ങോട്ട് വന്നു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പടച്ചവനെ, ഉമർ ഖാദി തങ്ങളിപ്പോൾ ദുആ ചെയ്തു മഴ പെയ്യാൻ പോവാണല്ലോ. എല്ലാവരെയും സന്തോഷിക്കാതെ ഈ സാധനം ആകെ അങ്ങോട്ട് മാറിപ്പോയി. വീണ്ടും ഉമർ ഖാദി തങ്ങൾ ദുആ ചെയ്തു, ഇനി വന്നു മഴ. ഒരു തുള്ളി താഴത്തേക്ക് വീഴാതെ മഴക്കാറങ്ങ് മാറിപ്പോയി. മൂന്നാമതും ദുആ ചെയ്തു, മാറിപ്പോയിപ്പേ. ഉമർ ഖാദി തങ്ങൾ പറഞ്ഞേ, മൂപ്പര് കണ്ടിട്ടില്ല ഈ പള്ളിക്കാട്ടിലിരിക്കുന്ന ആളെ. ഉമർ ഖാദി തങ്ങൾ പറഞ്ഞേ, അവിടെ ആ കപ്പലിരിക്കുന്ന ആ മൂപ്പരായിട്ട് ആ പള്ളിയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഈ ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടി പള്ളിപ്പറമ്പിലേക്ക്. അവിടെ ചെന്നപ്പോണ്ട് ഈ മൂപ്പര് ഇതിനകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. പള്ളിപ്പറമ്പിൽ കബറിനകത്ത് ഇറങ്ങിയിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പരിന്റെ മുകളിലേക്കൂടെ മഴ. അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന, ഇവിടെ പെയ്യിപ്പിക്കണ്ട അങ്ങോട്ട് പറഞ്ഞു. മറ്റേ ആളിക്കോട് തരാനാ പറഞ്ഞേ, ഇയാൾ ഇതിൽ പോകാൻ രക്ഷയില്ലാണ്ട് വന്നപ്പോൾ ഉമർ ഖാദി തങ്ങൾ പറഞ്ഞു വിട്ട പണിയാപ്പോയത്. നിങ്ങളോട് തങ്ങളിപ്പോൾ അങ്ങോട്ട് പള്ളിയിലേക്ക് ഒന്ന് കയറിയിരിക്കാൻ പറഞ്ഞു. ആ അങ്ങനെ പറഞ്ഞോ, എന്നാൽ ഞാൻ കയറിയിരിക്കാം. പള്ളിയിലേക്ക് കയറിയിരുന്നു. ഉമർ ഖാദി തങ്ങൾ ദുആ ചെയ്തു, മഴ. അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ആരാ ബഹുമാനികളെ? അവരുടെയൊക്കെ വഴലും അവരുടെയൊക്കെ ദുആയൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നേ. ഞാൻ ചോദിക്കട്ടെ, എന്നോട് ഇവിടെ കള്ളുകൂടീനെ പറ്റി ഇവിടെ കമ്മിറ്റിക്കാർ വഴല് പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച ഇവിടെ നിന്ന് വഴല് പറഞ്ഞാൽ ഇവിടെ വീഡിയോ വലിക്കാത്ത ആൾക്കാർ വീഡിയോ വലിക്കുന്നവർ മാറ്റുമോ? സൗന്ദര്യപ്പാക്ക് വായിലിടുന്നവർ മാറ്റുമോ? എന്താ മാറ്റാത്തതിൻ്റെ കാരണം മേക്കിൻ്റെ കുഴപ്പമല്ല, കമ്മിറ്റിക്കാരുടെ കുഴപ്പമല്ല, നോട്ടീസ് അടിച്ചതിൻ്റെ കുഴപ്പമല്ല, അത് ഇവിടുത്തെ കുഴപ്പമാണ്. അതാണ് വാഴല് മുത്തഴലാകണമെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. അതൊക്കെ അവർക്കുണ്ടായിന്ന്. മഹല്ലിൽ ഭയങ്കര ഒച്ചപ്പാട്. കമ്മിറ്റിക്കാർ പറയും ഞങ്ങളെ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കൈക്കാരന്മാർ എൻ്റെ ഉപ്പായാടെ ഇതുണ്ടാക്കിയത്, നീ പോടാന്നായി തർക്കം. രണ്ട് പാർട്ടി തമ്മിൽ കുത്തിലേക്ക് എത്താൻ പോവാണ് കാര്യങ്ങൾ, വെട്ടിലേക്കും കുത്തിലേക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മനുഷ്യന്മാർക്കൊക്കെ ബോധം വന്നു. ഞാനൊരു കാലത്ത് നിക്കരിക്കാൻ വേണ്ടി അങ്കമാലിപ്പള്ളിയുടെ പിരിവിന് പോയത്. ഞാനൊക്കെ വലത്തെ സഫിലിരിക്കുന്ന ആളുള്ള മലക്കിൻ്റെ കൂലിന്ന് ഓർത്ത് ഞാൻ വലത്തെ സഫിൽ പോയി ഒന്നാമത്തെ സഫിൽ പോയത്. ഒരു മുത്താലിബ് വന്നിട്ട് എന്നെ തോണ്ടി, ഉസ്താദിനോട് രണ്ടാമത്തെ സഫിലേക്ക് ഇരിക്കാൻ ഉസ്താദ് പറഞ്ഞു വിട്ടു എന്നത്. പടച്ച തമ്പുരാനെ, ഇവിടെ ഇരിക്കാൻ പാടില്ലവനെ, അവിടെ ഇരിക്കണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. അവിടെ ഇറങ്ങിയിരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കാത്തതില്ല, വേറെ മൂപ്പരുടെ അടുത്തേക്ക് വന്നു. മൂപ്പര് ഇപ്പോഴും അയത്തിലുണ്ടേ, ഉസ്താദ് ഇപ്പോഴും അയത്തിലുണ്ട്. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, എന്തേ ഉസ്താദ് അവിടെ ഇരിക്കണ്ടെന്ന്. എൻ്റെ പൊന്നാര വാമില്ലാരെ ഇവിടെ ജുമ്മ നടക്കൂല. എന്തേ? അവിടെ കൈക്കാരനിരിക്കുന്ന സ്ഥലമാണ്. ഉണ്ടാ വൈകി എങ്ങനെയുണ്ടെന്ന്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും. കൈക്കാരനക്കും കമ്മിറ്റിക്കാരനക്കും ഒന്നും അല്ല സ്ഥാനവും പദവി. പിന്നെ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും. ഇതാ ഒരു പള്ളിയിലുള്ള തർക്കം. രണ്ട് പാർട്ടി തമ്മിൽ തർക്കം, വെട്ടിലേക്കും കുത്തിലേക്കും എത്താൻ പോവാ. സമാധാനം ആഗ്രഹിക്കുന്ന ആൾ എന്നിട്ട് പറഞ്ഞു, തങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ പ്രശ്നം വരാൻ പോവുകയാണ്, ഞാൻ അങ്ങോട്ട് വരാൻ, രണ്ട് പാർട്ടികളും കൂടാൻ പറ. രണ്ട് പാർട്ടിയും കൂടിക്കുമ്പോ ഉമർ ഖാദി തങ്ങൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് സ്റ്റേജും മൈക്കൊന്നും നേരെയാക്കാൻ നിന്നില്ല. അയാ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫാഖറൂത് വഅസ്ലുകും മിൻ ഖബ്ലു തിയ്യം വനായരു വആശാരി മൂശാരി വമണ്ണാനു പാണനു
കൊയപ്പാനു ചട്ടിയും നായാടി പറയരൂ. രണ്ട് വരി ബൈത്തങ്ങട് കേട്ടപ്പോ കൈക്കാരൻ കമ്മറ്റിക്കാരനെ കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പെടിപ്പിക്കണു, കമ്മറ്റിക്കാരൻ കൈക്കാരനെ ഉമ്മം വെക്കണു, പൊരുത്തപ്പെടുന്നത്. രണ്ട് വരി ബൈത്ത പാടിയുള്ളൂ. ഇതൊക്കെ ഈ കേരളത്തിലുണ്ടായതാ. ഞാൻ ഒരാഴ്ച വളർന്നു പറഞ്ഞാൽ മാറ്റം ഉണ്ടാവും. എൻ്റെ ഉമ്മർക്കാലി തങ്ങൾ പറയുന്നത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളായിരുന്നു. അതതിൻ്റെ മാറ്റം. നീ എന്താടാ കൈക്കാരനാന്നും പറഞ്ഞ് വലിയ ആളാവണേ? നീ എന്തിനാടാ കമ്മിറ്റി എന്നും പറഞ്ഞ് വലിയ ആളാവണേ? മൂപ്പരുടെ ചോദ്യം അതാണ്. നിങ്ങളെയൊക്കെ തറവാട് എന്തൊന്നാടാ? കൊയപ്പാനു ചെട്ടിയും നായാടി പറയരു. എന്റെ വെല്ലുപ്പാട വെല്ലുപ്പ 1-ാം നമ്പർ പറയാനാ. നിന്റെ വെല്ലുമാരാന്നറിയോ? പെലക്കളിയാണ്. ഉണ്ടാ ഇതാരും അറിയാ? ഉമ്മർക്കാലി തങ്ങളെ അപ്പളേ വാമശിലേറെ ഈ കറുവാപശി എന്ന് പറഞ്ഞപ്പോ യാഥാർത്ഥ്യം അല്ലേ? എവിടെയാ പ്രശ്നം? ഇവരൊക്കെ എങ്ങനെ പറയണ്ടേ? ഇതല്ലേ യാഥാർത്ഥ്യം? മഹാനായ അബുൽ ബഷർ നബിയിന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യ രാജ്യത്ത് നിന്ന് 40 പ്രാവശ്യം കാൽനടയായിട്ട് ഹജ്ജ് യാത്രയ്ക്ക് പോയി. ഇന്ത്യ രാജ്യം. ആരാ കറുവാപശി? ആരാ പറ? തറവാട്ടുകാരാ? ആദ്യത്തെ മനുഷ്യൻ വന്നിറങ്ങിയത് ഇന്ത്യ രാജ്യത്താണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബത്തിങ്കലേക്ക് 40 പ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് കാൽനടയായിട്ട് പോയി. അങ്ങനെയാണ് ഇവിടെ ദീനുണ്ടായത്. ദീനിനാണ് ഇവിടെ തറവാടുത്തം. കാലങ്ങൾ കഴിഞ്ഞു. ഈസാ നബിയുടെ കാലം കഴിഞ്ഞു. പരിശുദ്ധമായ കഅബാലയത്തിലും 365 വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ മറ്റവൻ ശരിക്കും സ്വാധീനം ചെലുത്തി. മൂസാ നബി തൂർസീന പർവ്വത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ പശു ഓട്ടം തുടങ്ങി. നിസ്സാര മണിക്കൂറേ മൂസാ നബിയും മാറിയുന്നുള്ളൂ. അപ്പോഴത്തേക്കും മറ്റവൻ പറ്റിച്ച പണിയാ പോയത്. മറ്റൊന്നും തന്നെ മനസ്സിലായില്ല അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ആള് ഈ പറഞ്ഞത്. മഗ്‌രിബ് വീഴുമ്പോ നമ്മളിരുന്ന് ഓതും ഇന്നഹൂലക്കും അതുബു മുബീൻ. മഗ്‌രിബ് വീഴുമ്പളേ ഇവിടെ യാസീനാണല്ലോ ഇപ്പൊ ആണ്ട് കിടക്കണത്. ഇന്നഹൂലക്കും അതുബു മുബീൻ. മഗ്‌രിബ് വീഴുമ്പോ ഇരുന്ന് ഓതുവാണ്. ശൈത്താൻ നിന്റെ വ്യക്തമായ ശത്രുവാണ്. സുബഹിക്ക് വാങ്ങൊളിച്ചു. നല്ല സുഖം, നല്ല തണുപ്പ്. ഏതായാലും 6:15 വരെ സമയമുണ്ടല്ലോ. ഇപ്പൊ മണി 4:45 ഉണ്ടായിട്ടുള്ളൂ. ഒന്നും കൂടെ അന്നങ്ങോട്ട് കിടന്നേക്കാം. മഗ്‌രിബ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശത്രു ആണ്ടോ ശൈത്താൻ. സൂവി വാങ്ങൊളിച്ചപ്പോ ഇങ്ങനെ അടിയിൽ കൂടെ കൈ കൊടുത്തിട്ട് നമ്മളുണ്ടാവും ഒന്നാണ് തോന്നുന്നു. ഇതാണ് ഈ മൂപ്പര്. ഈ പുള്ളിനെ പറ്റിയപ്പോ പറഞ്ഞേ. പുള്ളിക്ക് തക്കം കിട്ടിയാണ്ടല്ലോ സൂചി കയറിനോടത്തിൽ ഒട്ടകത്തിനെ കയറ്റും. അങ്ങനത്തെ സാധന. നിസ്സാര മണിക്കൂറേ ഉള്ളൂ ആ മൂപ്പര് തൂർസീന പർവ്വയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും പശു ഇവിടെ കിടന്ന് ഓടുക. ആൾക്കാരെല്ലാം പശുവിന്റെ പുറകെ കൈയും കൂപ്പിക്കൊണ്ടല്ലാണ് ദൈവമേ 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 എന്നും പറഞ്ഞു. ഇപ്പൊ ലോകത്ത് നടക്കണൊക്കെ അത് തന്നെയാ. ഇറക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, മുള്ളിയാ കുടിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് നടക്കണ ഒക്കെ മൂപ്പര് പറ്റിക്കുന്ന പണിയാണ് ഇതൊക്കെ. അതിനകത്തേക്കാണ് ഇപ്പൊ ഈ പോയി ചാടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ബഹുമാനികളെ, ഇത് ദീർഘമായ നൂറ്റാണ്ട് ഇവിടെ പ്രവാചകന്മാരില്ലാതെ വന്നപ്പോൾ പരിപാവനമായ കഅബാലയത്തിങ്കൽ 366 വിഗ്രഹത്തിനെ കയറ്റി വെച്ചെങ്കിൽ ഈ ലോകത്ത് മൊത്തം ഈ ഒരു തകരാറ് സംഭവിച്ചു. അതുപോലെ കേരളത്തിനും സംഭവിച്ചു, ഇന്ത്യ രാജ്യത്തും സംഭവിച്ചു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ജീവിക്കണ്ട. നോക്ക്, 33 കോടി ദൈവങ്ങളുണ്ടായി. ഋതുമതിയായാൽ പെൺകുട്ടികൾ വീട്ടിൽ കിടക്കാൻ പാടില്ല. അവർ താമസിക്കേണ്ടത് വനാന്തരത്തിലാണ്. മാറ് വളർന്നാൽ ഒരു പെൺകുട്ടിക്ക് മാറുമറക്കാൻ അവകാശമില്ല. ഇതൊക്കെ ഈ രാജ്യത്ത് വന്ന ജീർണിച്ച സംസ്കാരങ്ങളാണ്. ഇതൊക്കെ മറ്റവും കൊണ്ടുവന്നതാ. ഇതെല്ലാം ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുമായിട്ട് ഇവിടെ സഹാബാത്ത് വന്നത്. കണ്ടോ? അല്ലാണ്ട് ആദ്യമായിട്ട് വന്നതല്ല. അത് ആദ്യമായിട്ട് വന്നതല്ല. ആദ്യം വന്നത് ഇത് തന്നെയാണ്. ആ വന്നതിന്റെ ആണ് ഉമർക്കാലി തങ്ങൾ ചോദിച്ചത്, എടാ നീ വലിയ ഉപായവുമായി നിന്റെ ആരാടാ വല്ലുപ്പ, എന്റെ വല്ലുമ്മ ആരാടാ? ആ ഒറ്റ ചോദ്യത്തിൽ പീസായി പോയി. ഉണ്ടോ? യോജിപ്പോ. അപ്പൊ ബഹുമാനികളെ, പോട്ടെ പോട്ടെ, ഈ ഉമ്മത്തിനെ തല്ലുപിടിപ്പിക്കാനും വഴക്കടിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സബബായിട്ട് പല സ്ഥലത്തും ഇപ്പൊ പള്ളികൾ മാറിക്കൊണ്ടിരിക്കുക. മന്നത്ത് പപ്പനാവൻ ഔലിയായൊന്നുമല്ല. മന്നത്ത് പപ്പനാവന് ഔലിയായല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? ചേട്ടാ ഈ കാക്കമാരെ കൊണ്ട് വലിയ ശല്യമുള്ളൂ. അപ്പൊ ചേട്ടൻ പറഞ്ഞാന്നറിയോ, നിങ്ങൾ ഒരു നിലയ്ക്കും വിഷമിക്കണ്ട, അവന്മാർക്ക് ഒരു 3 സെന്റ് സ്ഥലം പള്ളി വെക്കാൻ നിങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് നിങ്ങളും കൂടെ കാര്യം നോക്കുക, അവരതേ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നോളൂ. എല്ലും കഷ്ണം ചില്ലപ്പട്ടിക്ക് കിട്ടിയതുപോലെ അതിങ്ങനെ കടിക്കും, അതേ കിടന്നു. പല ഭാഗത്തും ഇന്ന് സംഭവിക്കുന്നത് അതാ.
പോട്ടോമാനികളെ നമ്മുടെ വിഷയമൊന്നുമല്ല, ഞാൻ പറഞ്ഞു വന്നതൊന്ന് തീർത്തക്കട്ടെ. രണ്ടാമത്തേതാ വയുനസ്സിലുൽ ഗൈസ, മഴ എപ്പോഴാണ് എവിടെയാണ് എത്രയാണ് പെയ്യുക എന്നുള്ളത് പടച്ച തമ്പുരാന്റെ അടുക്കൽ മാത്രം നിക്ഷിപ്തമായ ഇൽമാണ്. ഒരു മനുഷ്യർക്ക് അതിനെപ്പറ്റി ഇൽമ കിട്ടൂല. കിട്ടുമായിരുന്നെങ്കിൽ ബഹുമാനികളെ ഇതുപോലുള്ള സംഭവങ്ങൾ ലോകത്ത് നടക്കുമായിരുന്നു. അതിനാ ഞാൻ പിന്നെ അടുത്ത കാര്യം ചോദിച്ചത്. മൂന്നാമത്തേത് യഅലമു മാ ഫിൽ അർഹാം, ഗർഭത്തിലുള്ളതിനെ സംബന്ധിച്ച് പടച്ച തമ്പുരാൻ അറിയുകയുള്ളൂ. ഗർഭത്തിലുള്ളതിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് അറിയില്ല. അതും തെറ്റാണല്ലോ വാമശിലരെ. എന്താ, ഇപ്പൊ ഒരു 3-4 മാസമൊക്കെ ആയി കഴിഞ്ഞാല് ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയാം. ആൺകുട്ടിയാണെങ്കിൽ വളരാൻ അവസരം കൊടുക്കാം, പെൺകുട്ടിയാണെങ്കിൽ കൊല നടത്താം. ഇന്നിപ്പോ അതിനൊക്കെ ഇപ്പൊ നിയമം അനുകൂലിച്ചിട്ടുണ്ട്. ഗർഭത്തിൽ നിന്നൊരു കുഞ്ഞ് മരിച്ച് പുറത്തേക്ക് വന്നാൽ മാതാവും പിതാവും ജയിലറെ പോകേണ്ടി വരില്ല. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം ഒരു മാതാവും പിതാവും ശിക്ഷയ്ക്ക് അർഹരാകുന്നില്ല. 100-250 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുത്താൽ ആ കുഞ്ഞ് ദ്രവിച്ച് വളരെ സുഖമായിട്ട് പെണ്ണിന്റെ ആ പുറത്തേക്ക് പോകേണ്ട ഭാഗത്തൂടി കുഞ്ഞങ്ങോട്ട് പുറത്തേക്ക് പോയാൽ ചുരുങ്ങിയത് 25 ലക്ഷം രൂപ ലാഭം ഉണ്ടാവും. പെൺകുട്ടി പ്രസവിച്ച് പെൺകുട്ടി ഇവിടെ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടി 10-16 വയസ്സ് പ്രായമെത്തിയാൽ 25 ലക്ഷം രൂപ മുടക്കേണ്ടതായ സ്ഥാനത്ത് 250 രൂപ 4 മാസോ 3.5 മാസോ എത്തുമ്പോൾ 250 രൂപ മുടക്കിയാൽ ക്ലീൻ. അപ്പൊ പിന്നെ ഇപ്പൊ യഅലമു മാ ഫിൽ അർഹാം എന്ന് അല്ലാഹു തആല പറഞ്ഞത് തെറ്റല്ലേ? ഗർഭപാത്രത്തിലുള്ളത് അല്ലാഹുവേ അറിയുള്ളെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഇതൊക്കെ നടക്കണേ എങ്ങനെയാ? നടന്നുകൊണ്ടിരിക്കും. പടച്ചതമ്പരാൻ പറഞ്ഞത് ഗർഭത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടതിന്റെ ശേഷം ഉണ്ടാവുന്നതിനെ സംബന്ധിച്ചല്ല. യഅലമു മാ ഫിൽ അർഹാം, ഗർഭത്തിലുള്ള കുഞ്ഞിനെ അറിയുന്നത് 4 മാസം എത്തുമ്പോൾ ആ കുഞ്ഞ് ശരിയായ പൂർണ്ണമായ ഒരു കുഞ്ഞായി രൂപപ്പെട്ടു. അത് ഈ തൊലിയുടെ ഉള്ളിൽ കിടക്കുന്നത് അറിയുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ബഹുമാനികളെ, ലോകത്തുനിന്ന് അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ നിഷേധത്തരത്തിലേക്ക് ബഹുമാനികളെ ജഹാലത്തിലേക്കാ മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ നബിയുനാ റസൂലുള്ളാഹി. തുടക്കത്തിലെ നാശം ഏതുപോലെയാണോ അതുപോലെ തന്നെ ഒടുക്കത്തിലെ നാശവും വന്നുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? അതിനേക്കാളും കടുപ്പല്ലേ? എന്റെ ബഹുമാനികളെ, കൊലപാതകം സബ്ഉൽ മൂബിഖാത്തിൽ പെട്ടതാ. ഇജ്തനിബു സബ്ഉൽ മൂബിഖാത്ത്, അല്ലാഹ് പൊറുക്കാത്ത 7 തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കൂ മനുഷ്യരെ. അശ്ശിർകു ബില്ലാഹ്, ഒന്നാമത്തേത് അല്ലാഹുവിനോട് പങ്കുചേർക്കലാണ്. രണ്ടാമത്തെ അൽ ഖത്ൽ, കൊല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത തെറ്റ ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പലരും മാന്യന്മാരും മാന്യതകളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ആ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ കടുപ്പം മുൻഗാമികൾക്കുണ്ടായതെന്താ? അവരൊക്കെ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലലാണ്. നബിത്തങ്ങൾ ഇങ്ങനെ വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സഹാബാക്കൾക്ക് നസീഹത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിനെ സംബന്ധിച്ച്. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിൽ കൂടി അരുവികൾ ഒലിക്കുന്ന തോട്ടം സ്വർഗത്തിലുണ്ട്. എന്നിട്ട് നബിത്തങ്ങൾ പറഞ്ഞു ഖാലിദീന ഫീഹാ അബദ, ഒരിക്കലും പുറത്തേക്ക് പോകണ്ടാത്ത വിധത്തിലുള്ള സുഖസന്തോഷങ്ങൾ അതിനകത്തുണ്ട്. ഇങ്ങനെ സ്വർഗത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സദസ്സിന്റെ ഉള്ളിൽ നിന്നൊരു തേങ്ങല് കേൾക്കാം. നബിത്തങ്ങൾ സംസാരം നിർത്തിയിട്ട് ശ്രദ്ധിച്ചു, ആരാ കരയണേന്ന്. എന്താ അവിടെ ആ തേങ്ങല് കേൾക്കണേന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടായി. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ സങ്കടം പൊട്ടി. നബിത്തങ്ങൾ ചോദിച്ചു, ആരാ ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എന്തിനാണ് കരയണേ, എന്തിനാ? ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഈ വിശേഷിപ്പിക്കപ്പെട്ട സ്വർഗം എനിക്ക് നിഷിദ്ധമാണ് നബിയേ. എന്താ നിങ്ങൾ ഈ പറയുന്നത് സഹോദരാ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ അനുഗ്രഹത്തെ പറ്റി നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയല്ലേ? അതേ നബിയെ, ഈ സ്വർഗത്തിന് ഞാൻ അവകാശിയല്ല. ഇങ്ങോട്ട് അടുത്തേക്ക് വാ. നബി തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളെ കൊണ്ട് ഈ പറയിപ്പിക്കാൻ കാരണം? ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ പറയാൻ കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂലെ, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഞങ്ങളുടെ സ്വഭാവം തങ്ങൾക്കറിയാമല്ലോ. ഇദാ ബുശ്റാ അഹദുക്കും ബിൽഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, പെൺകുഞ്ഞ് ജനിച്ചാൽ നെറ്റി ചുളുങ്ങുകയും ദേഷ്യപ്പെടുകയും ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസം കണ്ട് കേരളത്തിലല്ല, പെൺകുട്ടി ജനിച്ചതിന്റെ പേരിൽ പെണ്ണുപിള്ളേനെ തല്ലിക്കൊന്നു ഭർത്താവ്. ഏത് രാജ്യത്താണെന്ന് ഓർക്കണില്ല, പേപ്പറിൽ അടുത്ത ദിവസം വായിച്ചതാണ്.
ഇന്നും ഇത് നിർബാധം നടന്നുകൊണ്ടിരിക്കുക. ഈ തെമ്മാടിത്തരം, ഈ അക്രമം, ഈ കൊലപാതകം. നബിത്തങ്ങളുടെ മുമ്പിൽ സഹാബി പറഞ്ഞ വർത്താനം കേട്ടോ. നബിയെ, ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്വഭാവം, പെൺകുഞ്ഞ് ജനിച്ചാൽ ഞങ്ങളുടെ നെറ്റി ചുളുങ്ങും. ഞങ്ങൾക്കതൊരു വലിയ ദേഷ്യമാണ്, മാനക്കേടാണ്, നാണക്കേടാണ്. അള്ളാന്റെ റസൂലെ, ഞങ്ങളുടെയൊക്കെ ഭാര്യമാര് ഗർഭവതിയായാൽ പ്രസവത്തിലേക്ക് അടുക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ പതിവ് ഈന്തപ്പനത്തോട്ടത്തിൽ പനയുടെ ചോട്ടിൽ കുഴി കുഴിക്കലാണ്. എന്നിട്ട് പ്രസവവേദന തുടങ്ങുന്ന ഭാര്യയെ ആ കുഴിയുടെ സമീപത്തേക്ക് എത്തിക്കുകയും അവിടെ കുറുകെ വച്ചിരിക്കുന്ന പലകയിൽ ശ്രീ ഭാര്യനെ ഇരുത്തിക്കൊണ്ട് ഈന്തപ്പനത്തിലേക്ക് ചാരിക്കൊണ്ട് 2 കാലുകളും കുഴിയുടെ 2 ഭാഗത്തേക്ക് വെപ്പിക്കും റസൂലുള്ളാഹ്. പ്രസവിച്ചു വരുന്നതായ കുഞ്ഞിന് കൈനീട്ടി വാങ്ങിക്കുന്നത് ഭർത്താക്കന്മാരായ ഞങ്ങളാണ്. അങ്ങനെ കയ്യിലേക്ക് കിട്ടിയതായ കുഞ്ഞിനെ വളർത്തേണ്ട കുഞ്ഞാണോ തകർക്കേണ്ട കുഞ്ഞാണോ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും നബിയെ. തകർക്കേണ്ട കുഞ്ഞാണ്, അതായത് പെൺകുഞ്ഞാണ് ആ ജനിച്ചു വീണതെങ്കിൽ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് ആ കുഞ്ഞിനെ ഉയർത്തിക്കൊണ്ട് താഴ്ത്തപ്പെട്ട കുഴിയിലേക്ക് ഞങ്ങൾ വലിച്ചെറിയും റസൂലുള്ളാഹ്. എന്നിട്ട് ഞങ്ങൾ കുഴിക്കരയിൽ കാത്തു നിൽക്കും. എന്തിന്? മറുപിള്ള പ്രസവിച്ച് താഴേക്ക് വീഴാനാണ്. മറുപിള്ള കൂടി വീണാൽ കുഴിച്ചെടുത്ത മണ്ണ് കുഞ്ഞിന്റെ മുകളിലേക്ക് വെട്ടിമാടിയിട്ട് തന്റെ ഭാര്യനെ കൈപിടിച്ച് വിടും, കുടുംബത്തിലേക്ക് കൊണ്ടുവരും റസൂലേ. ഞങ്ങളുടെ പതിവ് അങ്ങനെയാണ്. ആൺകുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിനെ തള്ളയുടെ മടിയിലേക്ക് വെക്കുകയും അതിനെ വളർത്താൻ ഞങ്ങൾ അനുവദിക്കുകയും ചെയ്യും റസൂലേ. അങ്ങനെയുള്ള പതിവ് ഞങ്ങളുടെ ഇടയിലുള്ളപ്പോൾ എന്റെ ഭാര്യയും ഇതുപോലെ ഗർഭവതിയായി റസൂലുള്ളാഹ് പ്രസവത്തിന്റെ സമയമെടുത്തപ്പോൾ എന്റെ ഈന്തപ്പന തോട്ടത്തിൽ ഞാൻ കുഴിച്ചതായ കുഴിയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി നബിയെ. അങ്ങനെ ഇരുത്തേണ്ടതുപോലെ ഇരുത്തി ഭാര്യ പ്രസവിച്ചതായ കുഞ്ഞിനെ ഞാൻ കൈനീട്ടി വാങ്ങി റസൂലുള്ളാഹ്. ലിംഗനിർണയം നോക്കുമ്പോൾ അതിനെ കുഴിച്ചു മൂടേണ്ട കുഞ്ഞാൻ. അതിനെ കുഴിയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ഞാൻ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുമ്പോൾ പ്രസവവേദനയിൽ പൊളഞ്ഞതാ എന്റെ ഭാര്യ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു റസൂലേ. എന്നോട് അവൾ കേണപേക്ഷിച്ചു യാചിച്ചു, പ്രിയപ്പെട്ടവരെ, മറ്റാരും അറിയാതെ വളരെ രഹസ്യമായിട്ട് ഈ പെൺകുഞ്ഞിനെ ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ വളർത്തിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഇതിനെ കൊല്ലാതെ എനിക്കൊന്ന് വളർത്താൻ അനുവദിക്കണേ. എന്റെ ഭാര്യയുടെ ആ സങ്കടവും ആ കരച്ചിലും ആ അപേക്ഷയും എന്റെ മനസ്സിനെ അലിയിച്ചു റസൂലുള്ളാഹ്. ഞാൻ ആ കുഞ്ഞിനെ കുഴിയിലേക്ക് വലിച്ചെറിയാതെ അവളുടെ മടിത്തട്ടിൽ ആ കുഞ്ഞിനെ വെച്ചു കൊടുത്തു. എന്റെ കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് വളരുകയാണ്. കുട്ടി വളരുന്തോറും ഞാൻ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആരെങ്കിലും കുഞ്ഞിനെ കണ്ടാലോ, വീടിന്റെ ചുറ്റുമതിലിന്റെ ഉള്ളിലിട്ടാണ് ഭാര്യ വളർത്തുന്നതെങ്കിലും ആരെങ്കിലും എന്റെ വീട്ടിൽ പെൺകുഞ്ഞ് വളരുന്നുണ്ടെന്ന് മനസ്സിലായാൽ എനിക്ക് പുറത്തേക്കിറങ്ങല് മാനക്കേടാണ് നബിയേ. കുഞ്ഞിങ്ങനെ തുള്ളിച്ചാടേണ്ട ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തിത്തുടങ്ങി. ഞാൻ എന്റെ സ്നേഹിതന്മാരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരിക്കുമ്പോ കുഞ്ഞെങ്ങാനും യാദൃച്ഛികമായിട്ട് ഓടി എന്റെ അടുത്തേക്ക് വന്നാൽ പെൺകുട്ടി വളരുന്നുണ്ട് എന്ന് അറിയുമല്ലോ. ഞാനൊരു തന്ത്രമെടുത്തു റസൂലുള്ളാഹ്. ഈ കുഞ്ഞിനി വളർത്തൽ എനിക്ക് യോജിച്ചതല്ല, എന്റെ മാന്യതയ്ക്ക് നിരക്കാത്തല്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ഭാര്യയോട് ഞാനൊരു തന്ത്രം പറഞ്ഞു നബിയെ. നമ്മുടെ വീട് ഇതുവരെയും കുഞ്ഞുമോള് കണ്ടിട്ടില്ല. അതുകൊണ്ട് നല്ല ഉടുപ്പിടിക്കണം, നല്ല മാലകളൊക്കെ ചാർത്തണം, സുഗന്ധമൊക്കെ പൂശണം. ഞാൻ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ കുടുംബക്കാരെയൊക്കെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം. എന്റെ ഭാര്യ അത് വിശ്വസിച്ചു റസൂലുള്ളാഹ്. ഒരിക്കലും എന്നെ അവൾ സംശയിച്ചില്ല. എന്റെ കുഞ്ഞിനെ ഉടുപ്പിടിച്ചു നബിയെ, പൂമാലകൾ ചൂടിച്ചു റസൂലേ, സുഗന്ധങ്ങളൊക്കെ പൂശി നബിയെ എന്റെ കയ്യിലേക്ക് തന്നയച്ചു റസൂലുള്ളാഹ്. ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് എന്റെ തോളത്ത് കിടത്തി ഞാനിങ്ങനെ നടക്കുകയാണ്. എന്റെ കുടുംബ വീട്ടിലേക്കല്ല നടന്നത് നബിയെ, വനാന്തരത്തിൽ ഞാൻ നേരത്തെ കണ്ടുവച്ചതായ ആഴമേറിയ പൊട്ടക്കിണറിന്റെ സമീപത്തേക്കാണ് ഞാൻ നടന്നത് റസൂലുള്ളാഹ്. ആ കിണറിന്റെ സമീപത്തെത്തുമ്പോഴേക്കും കുഞ്ഞ് നല്ല ഉറക്കത്തിലായി. ഞാൻ ആ കുഞ്ഞിനെ എന്റെ തോളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു പൊക്കുമ്പോൾ കണ്ണ് തുറന്നതായ കുഞ്ഞന്റെ കഴുത്തിലേക്ക് കെട്ടിപ്പിടിച്ചു നബിയെ. ആ കുഞ്ഞിന്റെ ചുണ്ട് എന്റെ കവിൾത്തടത്തിലേക്ക് ചേർത്തുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, യാബി ലാ തബത്തിൽ അമാനത ഉമ്മി, എന്റെ ഉപ്പിച്ചി എന്നെ കൊല്ലല്ലേ ഉപ്പ. ആ കുഞ്ഞിന്റെ പ്രായത്തിന്റെക്കാൾ കവച്ചു വെച്ചുള്ള വർത്താനായിരുന്നു. ആ കുട്ടിയുടെ പ്രായത്തിന്റെ പരിധി അനുസരിച്ചുള്ള വർത്താനം അല്ലായിരുന്നു നബിയെ. വളരെ വ്യക്തമായ ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, എന്റെ കഴുത്തിലേക്ക് അത് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് എന്റെ കവിൾത്തടത്തിൽ
ഹൃദയത്തിലേക്ക് ആ കുഞ്ഞിന്റെ ചുണ്ട് ചേർത്തുകൊണ്ടാ വിളിച്ചു പറയുന്നത്, ഉപ്പാ എന്റെ ഉമ്മാനോട് വിശ്വാസവഞ്ചന ചെയ്യല്ല ഉപ്പാ, എന്നെ കൊല്ലല്ല ഉപ്പാ. അങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞെങ്കിലും എന്റെ മനസ്സിന് അലിവുണ്ടായില്ല റസൂലേ. വനാന്തരത്തിൽ ഈ പച്ചിലയൊക്കെ തിന്ന കുഞ്ഞ് ജീവിക്കും, ഈ തൊണ്ടൊക്കെ തിന്ന കുഞ്ഞ് ജീവിക്കും, പക്ഷേ എന്റെ മനസ്സിന് അലിവ് വന്നില്ല റസൂലേ. ശിലാഹൃദയനായി ഞാൻ ആ കുഞ്ഞിനെ ബലമായിട്ട് വലിച്ചു പറിച്ചെടുത്തു റസൂലുള്ളാഹ്. ആഴമേറിയ കിണറിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞു നബിയേ. താഴെ കിടന്ന ആ കുഞ്ഞിന്റെ തേങ്ങിക്കരച്ചിൽ കേട്ടപ്പോൾ കരിമ്പാറകൾ എടുത്ത് ഞാൻ ആ കുഞ്ഞിന്റെ ശിരസിലേക്ക് ലക്ഷ്യം വെച്ച് വലിച്ചെറിഞ്ഞു റസൂലുള്ളാഹ്. ഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. നബിത്തങ്ങള് കണ്ണുനീര് തൂത്തിട്ട് പറഞ്ഞു, സഹോദരാ, നാളെ മഹ്ശറ വൻസഭയിൽ ആ കുഞ്ഞു ചോദിക്കും, ഉപ്പാ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ കൊല ചെയ്തത് എന്ന് പിതാവാകുന്ന നിങ്ങളോട് റബ്ബിന്റെ കോടതിയിൽ ആ കുഞ്ഞു ചോദിക്കും സഹോദരാ. പക്ഷേ നിങ്ങൾ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ചെയ്തത് കൊണ്ട് ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അതിനു മുമ്പ് ചെയ്തതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുമെന്നുള്ള ആ വ്യക്തമായ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാപ്പ് തന്നേക്കാം സഹോദരാ. നിങ്ങൾ പടച്ചോമ്പരാനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഈ നിലയ്ക്ക് ഒരു കുഞ്ഞിനെ കൊല ചെയ്ത ഒറ്റപ്പെട്ട സംഭവം ഇന്നുണ്ട് ബഹുമാനികളെ. ഫത്ഹ് മക്ക എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഹാജിമാരെയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടു. പിന്നെ ആ മദീന റോഡിന്റെ ഭാഗത്ത് ചുരുങ്ങിയതൊരു 15 സെന്റ് സ്ഥലമുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ചെന്നാൽ കാണാം, ഒരു 15 സെന്റ് വെച്ചോ ചുരുങ്ങിയത് ഇങ്ങനെ വെറുതെ കാലിയാക്കി ഇട്ടിരിക്കുകയാണ്. തൊട്ട് അപ്പറേം തൊട്ട് ഇപ്പറേം റോഡ് ഇങ്ങനെ ഞെങ്ങി പോവുകയാണ്. തിരക്കായ വാഹനങ്ങൾ. അത്രേ സ്ഥലത്തൊരു ബിൽഡിംഗ് ഉയർത്തിയാൽ 100 കണക്കിന് ഹാജിമാർക്ക് താമസ സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. നിവൃത്തിയില്ല, ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. JCB വന്നു, പല എഞ്ചിനീയർമാരും വന്നു. ഈ JCB താഴ്ത്തുമ്പോൾ ഒന്നുകിൽ എഞ്ചിനീയർ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ JCB ഓഫായി പോകും. JCBയുടെ കൊഴുകൊണ്ടിട്ട് ഇങ്ങോട്ട് മാന്തി എടുക്കുമ്പോൾ കൊച്ചു കൊച്ചു കൈകളാണ് പൊങ്ങി വരിക. അവിടെ താമസിക്കുന്നുണ്ട് തഖിയുദ്ദീൻ ഹാജി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, അവിടുത്തെ സിറ്റിസണുള്ള ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ സംഭവങ്ങളാണ് ഇതൊക്കെ. മാന്തുമ്പോൾ പൊങ്ങി വരുന്നത് അസ്ഥികളാണ്, സ്വർണത്തിന്റെ ആഭരണങ്ങളാണ്. അത് വലിയ വലിയ മുതലാളിമാർ ചെയ്യുന്ന പണിയാണ്. ആഭരണമൊക്കെ അണിയിച്ച പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കഅബയുടെ പരിസരത്തുള്ള ആ സ്ഥലത്ത് വന്നിട്ട് ജീവനോടെ അങ്ങോട്ട് കുഴിച്ചിടുകയാണ്. എൻ്റെ ബഹുമാനികളെ, ഈ നിലക്കുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെയാണ് അന്ന് നടന്നെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഇതിൽ നിന്ന് ഒഴിവായവരല്ല ബഹുമാനികളെ. അതിനേക്കാൾ വലിയ അക്രമം, അതിനേക്കാൾ വലിയ കൊലപാതകങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളിൽപ്പെട്ട പലരും. ഇന്ന് അങ്ങനെയല്ലേ? എന്താ ഇപ്പൊ അതിന്റെ പേര്? അതിന്റെ പേര് കുടുംബാസൂത്രണം എന്നാണ്. നാം 2 നമുക്ക് 2 ഇപ്പൊ പോയി, നാം 1 നമുക്കൊന്ന്, ആ നിലവാരത്തിലേക്ക് എത്തി. എന്താ ബഹുമാനികളെ ഇതിന്റെ പേര്? ജനിക്കാൻ പോലും അനുവദിക്കാതെ, ജനനിക്കാൻ പോലും അനുവദിക്കാതെ ആ ജനിക്കേണ്ടതായ മാർഗങ്ങൾ വരെ കട്ട് ചെയ്ത് കളയുന്ന ധിക്കാരത്തിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ കൊലയാളികളല്ലേ ബഹുമാനികളെ? അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത തെറ്റിന്റെ ഉടമകളല്ലേ നമ്മിൽപ്പെട്ട പലരും. ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല. ആദ്യത്തെ പ്രസവം സിസേറിയൻ, രണ്ടാമത്തെ പ്രസവം സിസേറിയൻ. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇനി പ്രസവിക്കാനുള്ള യോഗ്യതയില്ല, ആരോഗ്യമില്ല, അതുകൊണ്ട് പ്രസവം ഈ രണ്ടാമത്തോടുകൂടി അവസാനിപ്പിച്ചേക്കണം. ആരോ മാനുകളെ ഇപ്പൊ ഇതിനെ എതിര് പറയണത്? ഏത് ആലിമ ഇപ്പൊ ഇതിനെതിര് പറഞ്ഞത്? ആരാ ഇപ്പൊ ഇതിനെ കുറ്റപ്പെടുത്തുന്നത്? ആരോഗ്യമില്ലാത്തതിന്റെ പേരിൽ വൈദ്യശാസ്ത്രം പ്രസവം നിർത്തി. ആരാ ഇപ്പൊ ഇതിനെതിര് പറയണത്? ഇതങ്ങനെയല്ലല്ലോ. ഒരു കാരണവുമില്ലാതെ നമുക്ക് 2 കുഞ്ഞു മതി. ലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. ഖുർആൻ പറയാണ്, ദാരിദ്ര്യത്തിനെയും ബുദ്ധിമുട്ടിനെയും ഭയന്നുകൊണ്ടിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല ചെയ്യല്ലേ. ലോകത്ത് നടക്കണതല്ലേ. എന്തിനാ മാനുകൾ കുടുംബാസൂത്രണം? എന്തിനാ? വരുമാനം കുറവാ, പിള്ളേരിങ്ങനെ വെറുവെറൊന്നും ഉണ്ടായാൽ പറ്റൂല, അത് 2 എണ്ണം മതി, അല്ലെങ്കിൽ 1 എണ്ണം മതി, സുഖമായിട്ട് ജീവിക്കാം. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോട്ടോ. ആ ഉദ്ദേശത്തിൽ ഏത് സ്ത്രീയുടെ പ്രസവത്തിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ ആ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. തല തിരിഞ്ഞു പോയിട്ട് പിന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നന്നായിട്ട് പഠിച്ചുകൊണ്ട് നടന്ന കൊച്ചാണ്. ടീച്ചർ രക്ഷിതാക്കളെ ക്ലാസ്സിലേക്ക് വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഒന്ന് ENT-നെ കാണിക്കണം. എന്തേ? ചെവിക്ക് കേൾവി കുറവുണ്ടോയെന്ന് സംശയമുണ്ടെന്ന് പറയും. ആ
അവിടെ ചെന്ന് കഴിച്ചപ്പോൾ ചെവിക്കും കേൾവിക്കുറവുണ്ട്, കണ്ണിനും കാഴ്ച കുറവുണ്ട്, ആകപ്പാടെ ഒരു പിള്ളേ മതിയെന്നും പറഞ്ഞുകൊണ്ടൊക്കെ കൈകാര്യം ചെയ്താണ്. ഇതിങ്ങനെ നല്ല ഉഷാറായിട്ടൊക്കെ വളർന്നു പോകുന്നതാണ്. തത്ത പറയുന്നതൊക്കെ പറഞ്ഞൊക്കെ പോകുന്നതാണ്. 3ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഇപ്പോൾ ഈ സൂക്കേട്. അന്വേഷിച്ച് വെച്ചപ്പോൾ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാനും നിവൃത്തിയില്ല, ചെവി ഉണ്ടാക്കാനും നിവൃത്തിയില്ല. ഇതിനാണിങ്ങനെ ചക്കപ്പോത്തും അല്ലെങ്കിൽ വണ്ണം കൂടി 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 കൂടിയും വരുവാണ്. ഇനിയിപ്പോൾ എന്തൊട്ടാണ് ചെയ്യണം? ഇനിയിപ്പോൾ എന്തൊട്ടാണ് എങ്ങനെ എന്തേ വഴിയൊക്കെ കെട്ടി ചെയ്തു കൊല. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് അന്വേഷിക്കേ. അതല്ലെങ്കിൽ തന്തയ്ക്കും തള്ളിക്കും ഒരു സുഖം ഉണ്ടാവില്ല. നല്ല ആരോഗ്യമുള്ള പെണ്ണുമ്പിള്ളായിരിക്കും. ഈ കുടുംബാസൂത്രണം അങ്ങനെ നടത്തിയോടുകൂടി പിന്നെ പെണ്ണുമ്പിള്ള കൂഴച്ചക്ക പോലെയായി. ഒന്നിനും കൊള്ളൂല, ആരോഗ്യമില്ല, നടക്കാനും നിവൃത്തിയില്ല, ആകെ പ്രശ്നമായി. നിങ്ങളെടുത്ത് നോക്കിക്കോ, കുടുംബാസൂത്രണം നടത്തിയേക്കണ കുടുംബം എവിടെയുണ്ടോ ഒരു നിലയ്ക്കും. കാരണം അത് അള്ളാന്റെ അധികാരത്തിലേക്ക് കൈയെടുത്തേക്കുവാ. അള്ളാഹ് പറയാ നിങ്ങൾ എന്തിനാ കൊല്ലണം? നഹ്നു നർസുക്കും വയ്യാവും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തന്നത് ഞാനാണ്. അള്ളാഹു അല്ലേ ഇതൊക്കെ നിയന്ത്രിക്കണ ബഹുമാനികളെ. റോഹിംഗ്യ എന്ന് വന്ന് നാടും വീടും ഇല്ലാണ്ട് വിട്ടുവന്ന ആൾക്കാരെ ഇപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ കാര്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഇതാണ്. ഓരോരുത്തർക്കും 10-12 പിള്ളേരുണ്ട്. അപ്പം അങ്ങനെ ആയാൽ പറ്റൂല. ആകെപ്പാടെ സർക്കാർ ഇപ്പോൾ ചെയ്യണ ഏറ്റവും വലിയ സേവനപ്പതാണ് റോഹിംഗ്യകൾക്ക് കുടുംബാസൂത്രണം ചെയ്യാൻ. അവരുടെ ഇടയിൽ അതുണ്ടായില്ല. ക്രിസ്ത്യാനികളൊക്കെ നിർത്തി തുടങ്ങി. അച്ഛന്മാരൊക്കെ പറഞ്ഞു ഇത് പാപമാണ്, ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇടയിലൊക്കെ ഇത് വ്യാപിച്ചു എൻ്റെ ബഹുമാനികൾ. അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുക, കുരുങ്ങിക്കൊണ്ടിരിക്കുക. പൊട്ടപ്പെട്ടപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നെന്താ, ഈ 4ാമത്തെ മാസത്തിൽ ഇങ്ങനെ നോക്കി പറയണതിനെ പറ്റി അല്ല ഈ ഖുർആൻ പറഞ്ഞേ. യഅലമു മാ ഫിൽ അർഹാം, നീ നിന്റെ ഇണയുമായി ഇണ ചേർന്നതിന്റെ ശേഷം ആ ഭാര്യയുടെ ഗർഭത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ബീജത്തുള്ളി മനുഷ്യനാണോ കുരങ്ങാണോ ആണാണോ പെണ്ണാണോ തൻ്റെ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ ശാസ്ത്രത്തിനെ കൊണ്ട് നീ മറുപടി പറ. ഇതാ ഖുർആൻ പറഞ്ഞ ഇതാ. ആ ഗർഭത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഭ്രൂണം എന്താണ്? അത് മനുഷ്യക്കുഞ്ഞാണോ കുരങ്ങാണോ ആണാണോ പെണ്ണാണോ? ലോകത്തിന് ഒരു നിലയ്ക്കുമുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളെ കൊണ്ട് ആ വളർന്നുകൊണ്ടിരിക്കുന്നതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതാ ഖുർആൻ. ഇതാണ് വെല്ലുവിളി. അല്ലാണ്ട് 4ാം മാസമല്ല. 4ാം മാസം ഖുർആൻ പറഞ്ഞത് മനുഷ്യനായി പൂർണ്ണമായി. പിന്നെ അത് പുറത്തേക്ക് വരാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയാണ് പിന്നെ 6 മാസം കൂടെ അതിനകത്തിട്ട് കിടത്തണേ. ഇതങ്ങനെയല്ല. അപ്പോ ഒന്നാമത്തേത് ലോകം എന്നാണ് അവസാനിക്കുക, 2ാമത്തേത് മഴ എപ്പോഴാണ് പെയ്യുക, 3ാമത്തേത് ഗർഭത്തിലുള്ളത് എന്താണെന്ന് അറിയുക, 3ഉം അറിയില്ല. ഇത് 4ാമത്തേത്. വമാ തദ്രി നഫ്സും വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ നീ എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളത് നിനക്കറിയില്ല. പറ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറ, നാളെ ഞാൻ ഇന്നത് ചെയ്യും. നീ ഇന്ന സമയത്ത് കത്തിയിട്ട് വരാവോ, കടാരി ഉണ്ടോ എൻ്റെ? പിന്നെ ഞാൻ കൊണ്ടുവന്നേക്കട, നാളെ ഈ സമയത്ത് തന്നെ നമുക്ക് അവനെ തട്ടാം. അങ്ങനെ കടാരിയൊക്കെ റെഡിയാക്കി ഇവൻ കാത്തിരിക്കുമ്പോൾ ഫോൺ വരികയാണ്. എടുത്തു നോക്കി, ഹലോ, ആ ഇക്കാ ഇപ്പൊ നിങ്ങളിപ്പോ എവിടെയാ? ഞാൻ ഇന്ന സ്ഥലത്തുണ്ടല്ലോ. അല്ലോ അതെ, വാപ്പ മറിഞ്ഞേടി. നാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ റെഡിയാക്കി വെച്ചതാണ് മറ്റവനെ. ഇവൻ തട്ടി. പറ ബഹുമാനികളെ, ആർക്കാണ് നാളെ ഞാൻ ഇന്നത് ചെയ്യുമെന്ന് നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചു. നാളെ പറയാന്ന് പറഞ്ഞു. നാളെ പറയാന്ന് പറഞ്ഞിട്ട് വഹി നിന്നുപോയി. എന്നിട്ട് വഹീന്റെ തുടക്കം എങ്ങനെയാണെന്നറിയോ? നബിയെ, നാളെ ഒരു കാര്യവും ചെയ്യാമെന്ന് പറയരുത്, ഇല്ല ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ പറയാവുള്ളൂ. അപ്പൊ നാളെ നമുക്ക് രാവിലെ ഇന്ന സ്ഥലത്തേക്ക് പോകാം. ആ, നാളെ നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഇത് കൂട്ടാതെ ഒരു വാക്ക് നാളത്തെ കാര്യത്തിൽ പറയാൻ പാടില്ല. നിങ്ങൾക്ക് പറ, ഏതെങ്കിലും നിലയ്ക്ക് അതിനെ സംബന്ധിച്ച് വിവരം കിട്ടുമോ? ഇല്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, നീ ഏത് ഭൂമിയിലാണ് മരണപ്പെടുക എന്നുള്ളതും നിനക്കറിയില്ല. 5, നീ എവിടെയാണ് മരണപ്പെടുക എന്നുള്ളത് നിനക്കറിയില്ല. ഓടുവല്ലേ ഇവിടുന്ന്? ഗൾഫിൽ പോകാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഒരു നിലയ്ക്കും കാര്യങ്ങളൊക്കെ ആവണില്ല. അങ്ങനെ ഒരു വിധത്തിലെ പാസ്പോർട്ടായി വിസയായി ശരിയായി കഴിഞ്ഞപ്പോൾ കാശില്ല. അങ്ങനെ പെണ്ണുമ്പള്ളിയുടെ താലിമാലയൊക്കെ വിറ്റിട്ട് സംഗതി ഇവിടുന്ന് കയറി. അങ്ങനെ എയർപോർട്ടിൽ ചെന്നിറങ്ങി. പിന്നെ അവിടെ ജോലി തരാമെന്ന് പറഞ്ഞ് ആളെ കണ്ടു. പിന്നെ അയാളോടൊപ്പം ഇങ്ങനെ കാറിനകത്ത് ഇങ്ങനെ പോവുകയാണ്, കമ്പനിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇയാൾക്ക് ഒരു അസ്വസ്ഥത, ശരീരം മൊത്തം വേർക്കുകയാണ്. കൂടെയുള്ള ആളോട് പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം. അങ്ങനെ വണ്ടി നിർത്തി വെള്ളം വാങ്ങിക്കൊടുത്തു. സംഗതി ആ കാറേ കടന്ന് പെടഞ്ഞു മരിച്ചു. ഉണ്ടാവും. എന്തിനാ മാലികളെ ഗൾഫിലേക്ക് പോയത്?
എന്തിനാ പോയത്? മരിക്കാൻ വേണ്ടി പോയി. കുടുംബത്തിനെ പോറ്റാനും പരിപാലിക്കാനുമാണ് പോയതെങ്കിലും ആള് പോയത് മരിക്കാൻ വേണ്ടിയാണ്. ആ മരിച്ചതായ മയ്യത്തിനെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് പിന്നെ നടത്തുന്നത്. ഇത് നമുക്ക് യോജിച്ചതല്ല. ഏതെല്ലാം നാട്ടിലാ പോയി കിടന്ന് മരിക്കണം? നിർത്തുക. അഞ്ചാമത്തത് പോയി. ഏതൊക്കെ നാട്ടിലാ പോയി കിടന്ന് മരിക്കണ ബഹുമാനികളെ? മരിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ. മരിച്ചാ പിന്നെ എന്താ ചെയ്യാ? മരിച്ചാ പിന്നെ ജനാസ വളരെ അടിയന്തരമായിട്ട് തൃക്കാക്കര കൊണ്ടുവരണം, തൃക്കാക്കര പള്ളിപ്പറമ്പിൽ അടക്കണം. ഇത് ഇസ്ലാം അനുവദിച്ചതല്ല. ആകെപ്പാടെ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? ഗൾഫിൽ കിടന്ന് മരിച്ചു, കുറേ ദിവസം പാടുപെട്ടു, കുറേ പണങ്ങൾ മുടക്കി, ഇതിൻ്റെ ശരീരത്തിലേക്ക് ജനാസയിലേക്ക് വേണ്ടാത്തതെല്ലാം കുത്തിക്കയറ്റി. അല്ലാണ്ട് ഇപ്പം ഇത് കിടക്കൂല എത്ര ദിവസവും. ഈ സമയത്തെല്ലാം ഈ മയ്യത്ത് കിടന്ന് കരയാ. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനാസ ഒരാളെങ്കിലും മരണപ്പെട്ടാൽ ജമ്മിന്റെ വക്കത്ത് വിട്ട് ഇവിടെ കിടത്താനേ നമുക്ക് പാടില്ല. നിയമം അങ്ങനെയാണ്. ജമ്മിന്റെ വക്കത്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? രാവിലെ 10 മണിക്ക് മരിച്ചാൽ ആ ജനാസയെ മാക്സിമം കിടത്താവുന്ന സമയം അസർ വരെയാണ്. മഗ്രിബിന്റെ ടൈമിലാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ മാക്സിമം കിടത്താവുന്നത് ഇശാന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സുബഹിയുടെ ബാങ്കിന് മുമ്പ്. നമ്മൾ വല്ല ഇസ്ലാമാ കാക്കായ ദീനാന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ബഹുമാനികളെ. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ദീനും കൊണ്ട് അപ്പം നമ്മൾ കിടക്കണം. അതാ പറഞ്ഞ മുനാഫിക്ക് തരത്തിൽ കൂടെ പോണേ. അതുകൊണ്ടാണ് അള്ളാഹു തആല പുതിയ ആൾക്കാരെ അവിടെ ദീൻ നടത്താൻ വേണ്ടി കൊണ്ടുവന്നത്. അത് വേറെ വിഷയമായിട്ട് പോകും. അവിടെ നിന്നോട്ടെ. ആദ്യം മാത്രമൊന്നുമല്ല, വേറെ ധാരാളം ഉണ്ട്. ഇപ്പോഴും കേരളത്തിൽ അങ്ങനെയുള്ള വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട ആൾക്കാർ. കേരളത്തിൽ ഈ സമയം ഈ ഇത്രയും സമയമാണ് ഇതിനെ കിടത്താൻ പാടില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? കൂടുതൽ കാശും സൗകര്യമൊക്കെ ഉള്ള ആളാണെങ്കിൽ ദിവസങ്ങളോളം കിടത്തുക, ദിവസങ്ങളോളം. ഈ സമയമെല്ലാം കിടത്താൻ പാടില്ല എന്ന് മാത്രമല്ല, മയ്യത്ത് കരയാണെന്നാണ് നബിത്തങ്ങൾ പറഞ്ഞത്. നല്ല മയ്യത്താണെങ്കിൽ വേഗം കൊണ്ടുപോകുന്നുള്ള വിളി, മോശപ്പെട്ട മയ്യത്താണെങ്കിൽ എന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നുള്ള അങ്കലാപ്പ്. ഇതാണ് രണ്ടും. ഈ കരച്ചിൽ രണ്ടും അവസാനിക്കുന്നത് മിൻഹാ ഖലഖനാകും. ഉണ്ടാ മൂടപ്പലി അങ്ങോട്ട് വച്ചാൽ നിങ്ങൾ തൂമ്പെടുക്കാൻ പോകണ്ടെന്ന്. പിന്നെ കൈ കൊണ്ട് അങ്ങ് വാരിയിട്ടേക്കണം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖറ. അപ്പൊ കരച്ചിൽ നിന്നു. അതുവരെയും കരച്ചിലാ. എന്നാണ് ബഹുമാനികളെ എനിക്കും നിങ്ങൾക്കും പിടിമണ്ണിടുക? ആരുടെ മണ്ണാണ് ബഹുമാനികളെ നമ്മുടെ നെഞ്ചത്തേക്ക് ആദ്യമായിട്ട് വീഴുക? ആരൊക്കെയാണ് ബഹുമാനികളെ ആ മണ്ണ് വാരാൻ വേണ്ടി പങ്കാളികളാകുക? ആ നിലയ്ക്ക് നെഞ്ചത്തേക്ക് മണ്ണ് വീഴുമ്പോൾ ഖബറിലേക്ക് നമ്മൾ എന്താണ് ബഹുമാനികളെ സമ്പാദിച്ചിട്ടുള്ളത്? മരിക്കാൻ തയ്യാറാകുക ബഹുമാനികളെ, മരിക്കാൻ തയ്യാറാകും. അതിനാപ്പ ഈ പരിപാടിയൊക്കെ. വേറെ ഒരു തയ്യാറെടുപ്പിനുമല്ല. ഇങ്ങനെ ഈ രീതിയിൽ പണവും മുടക്കി ഈ മയ്യത്തിനെ പ്രത്യേകമായ പെട്ടിയിലടച്ച് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് ദിവസങ്ങളോളം കിടന്ന് കരഞ്ഞു. പെണ്ണുമ്പിള്ളയും മക്കളുമൊക്കെ കരഞ്ഞ് തീർന്നു. അപ്പോഴാണ് ഇപ്പൊ ഈ സാധനം വന്നേക്കണ്. അങ്ങനെ പെണ്ണുമ്പിള്ളേനെ ഇങ്ങനെ താങ്ങി പിടിച്ചിങ്ങനെ കൊണ്ടുവരും. സംഗതി പൊട്ടിച്ചേക്കുവാണല്ലോ. പൊട്ടിച്ചങ്ങനെ പെണ്ണുമ്പിള്ള നോക്കിയിട്ട് ഇത് എങ്ങനെയാ വായ തുറന്ന് വർത്താൻ പറഞ്ഞാൽ വായിലേക്ക് കയറി മണം. വായ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് മൂക്കും പൊത്തിപ്പിച്ചിട്ട് കൊട്ടേ കുഴിച്ചിട്ടായിരുന്നു. ശരിയാണോ? അപ്പൊ പിന്നെ അതുകൊണ്ട് ആർക്കാ ഗുണം കിട്ടണേ? ദർസുള്ള പള്ളിയാണെങ്കിൽ ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? ഈ പെട്ടി അവന്മാർ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. പിന്നെ വാപ്പാനെ കൊണ്ടുവന്ന പെട്ടി അത് വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട. പിന്നെ എന്ത് ചെയ്യാ? അത് അവിടെ അങ്ങ് വിട്ടേരെ. അത് പിന്നെ ഗുണപ്പെടുന്നത് ആർക്കാന്നറിയോ? അത് മുത്താലിമികൾ നിവർത്തി വല്ല വള്ളിയൊക്കെ വെച്ച് വട്ടി കെട്ടി അതിനകത്ത് കിതാബ് വെക്കാനോ അല്ലെങ്കിൽ വല്ല തുണി ഇടാനോ ഒക്കെ ഉപയോഗിക്കും. ആകെപ്പാടെ ഇപ്പം ഗുണമുള്ളത് അതാണ്. ചെയ്യാൻ പാടില്ല. ഇതെല്ലാം പടച്ചോന്റെ അടുക്കൽ കണക്ക് കൊടുക്കേണ്ട സ്വത്താണ്. ഇതിനെല്ലാം സമാധാനം പറയണം എന്നതിനേക്കാൾ ഉപരി ഈ പരിപാടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചു. കാരണം എന്താ? അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈ കടത്തിയേക്കുക. അള്ളാഹു ആണ് അവിടെ കൊണ്ടുപോയി മരിപ്പിച്ചത്. എന്തിനാ മരിപ്പിച്ചത്? അല്ല, അള്ളാഹു തആല ഹക്ക് വീട്ടിയതാണ്. നിങ്ങളോട് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. തൃക്കാക്കര പള്ളിയിൽ മുല്ലാക്ക വാളിങ്ങോട് ഊരും. വാളൂരിട്ട് മുല്ലാക്കാതിരിക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് മാഷറ മുസ്ലിമീനാന്ന് അങ്ങോട്ട് പറയും. അപ്പം മൊയ്ലാര് വന്നിട്ട് മേടിച്ചോണ്ട് മിമ്പറിലേക്ക് കയറി പോവും. മുസ്ലിയാർ അവസാനം ആ ഖുതുബ എല്ലാം കഴിഞ്ഞിട്ട് കിതാബ് മടക്കി താഴത്തേക്കും കൊണ്ട് വരുമ്പോ ആ വാള അവിടെ വച്ചോണ്ടല്ല അവനെ പിന്നെ
വാള് താഴത്തേക്ക് കൊണ്ടിട്ട് മുല്ലാക്കാടെ അതിലേക്ക് കൊടുക്കും. കാരണം എന്താ, തന്ന ആക്കടെ അടുത്ത് ഈ സാധനം തിരിച്ചു കൊടുക്കേണ്ട കടമയുണ്ട്. ഇതാണ് അല്ലാഹു തആല ചെയ്തത്. കേരളത്തിൽ തൃക്കാക്കരയിൽ മരിച്ചതായ സൈദോമ്മയിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖത്തറിൽ കൊണ്ടുപോയി മരിപ്പിക്കുകയാണ്. എന്താ, അല്ലാഹു തആല കടമ വീട്ടിയതാണ്. അള്ളാഹുവിന് ഹക്കുണ്ട്. എന്താ ഹക്ക്? ഈ സൈദോമ്മനെ അവിടെ കൊണ്ടുപോയി ഇടണം. അത് അള്ളാഹുവിന്റെ കടമയിൽപ്പെട്ടതാണ്. എന്താ കടമ? ഈ സൈദോമ്മത് അടക്കമുള്ള പടപ്പുകളെ സൃഷ്ടിക്കാൻ നേരത്ത് പടച്ചതമ്പുരാൻ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, മലക്ക് ഭൂമിയോട് ചെന്ന് വിവരം പറ, ഭൂമിയിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു പടപ്പുകളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവരാരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവർക്ക് ഞാൻ സ്വർഗമാ കൊടുക്കുന്നത്, അനുസരണക്കേടാ കാണിക്കെങ്കിൽ നരകാ കൊടുക്കുന്നത് ചെന്ന് പറയാം. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഭൂമി, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പിടി മണ്ണെടുക്കാൻ വന്നതാണ്. ആ മണ്ണ് മനുഷ്യൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സൃഷ്ടികളിൽ നിന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു, അനുസരിക്കുന്നവരെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അനുസരണക്കേട് കാണിക്കുന്നവരെ നരകത്തിലേക്കും തള്ളും. തഫ്സീറുകൾ രേഖപ്പെടുത്തുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഇതങ്ങ് പറഞ്ഞു കേട്ടപ്പോ, എന്നിൽ നിന്നൊരു പടപ്പുകളെ അല്ലാഹുവേ നീ നരകത്തേക്ക് വേണ്ടി സൃഷ്ടിക്കുകയാണോ? പൊട്ടിക്കരഞ്ഞു. മനുഷ്യന് വേണ്ടി പൊട്ടിക്കരഞ്ഞതാണ് ഇന്ന് ഭൂമിയിലൂടെ ഒഴുകുന്ന നദികളെന്ന് തഫ്സീറുകൾ രേഖപ്പെടുത്തുകയാണ്. ഇന്നും ഭൂമി കരയുകയാണ്. ആർക്ക് വേണ്ടി? മനുഷ്യർക്ക് വേണ്ടി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങിപ്പോയി. രണ്ടാമതാ ചാൻസ് കൊടുത്തത് ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് മീകായിൽ അലൈഹിസ്സലാം. മൂപ്പരും വന്ന് പറഞ്ഞപ്പോൾ അവസ്ഥ ഇതാണ്, മടങ്ങിപ്പോയി. മൂന്നാമത് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. ആ മലക്കൂടെ വന്നിട്ട് പറഞ്ഞെന്നറിയോ, ഭൂമി, നിന്നിൽ നിന്ന് അല്ലാഹു തആല ഒരു പടപ്പിനെ സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടികളെ അല്ലാഹു തആല കൈകാര്യം ചെയ്യുന്ന വിധി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഓർഡർ നടപ്പിലാക്കലാണ് എൻ്റെ ഉദ്ദേശം. എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല. സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റോ രണ്ടുപേരും തിരിച്ചുപോയി. എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഖഹറായിട്ടാണ് അസ്റായീൽ അലൈഹിസ്സലാം ഒരു പിടി മണ്ണെടുത്തത്. ആ മണ്ണെടുത്ത് റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്ത ഡ്യൂട്ടിയാണ് ഈ പടപ്പുകളിൽ നിന്ന്, ഈ സൃഷ്ടികളിൽ നിന്ന് മുഴുവൻ സൃഷ്ടികളുടെയും ആത്മാവിനെ പിടിക്കുന്ന ഡ്യൂട്ടി അസ്റായീലെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അന്നാണ് ഡ്യൂട്ടി കൊടുത്തത്. അതുകൊണ്ടാണ് ഇപ്പൊ എന്തെല്ലാം പണ്ടപ്പാരാധീനം പറഞ്ഞാലും മൂപ്പര് കേൾക്കൂല. എന്താ, മൂപ്പര് ആ ഡ്യൂട്ടി നടപ്പിലാക്കി കൊണ്ടുപോകും. നോളിച്ചാലും രക്ഷയില്ല, കരഞ്ഞാലും രക്ഷയില്ല. ലൗലാ അഖറത്തിനിലാജലിങ്കിൽ ഒരു വാക്കൊന്ന് പറയട്ടെ രക്ഷയില്ല. ഒരു പ്രാവശ്യം ഒന്ന് കണ്ണൂർ രക്ഷയില്ല. ഒരു ശ്വാസം ഒന്നും കൊടുത്ത രക്ഷയില്ല. എന്താ, ഒരു നിമിഷം പോലും അങ്ങോട്ട് മുന്തിക്കാതെ പിടിക്കുന്ന ആ ജോലി അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്താണ്. കണ്ടാ, അപ്പൊ ഈ മണ്ണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തപ്പോ ബാവാമുസ്ലിയാർ എടുക്കണ കാര്യമല്ല. ബാവാമുസ്ലിയാരോട് ഇവിടുന്ന് ഒരു പിടി മണ്ണെടുക്കാൻ പോയാൽ ഈ തൃക്കാക്കര സ്റ്റേജിന്റെ അടുത്ത് മാത്രമേ മണ്ണ് കിട്ടുള്ളൂ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തപ്പോൾ അങ്ങനെയല്ല എടുത്തത്. അസ്റായീലിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഇബ്രാഹിം നബിക്ക് പല സംശയമുള്ള ആളാ. ആര്? ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരിക്കൽ സംശയം ചോദിച്ചു, അല്ല ജിബ്രീലേ, ഈ ലോകത്തിന്റെ കിഴക്കുള്ള ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ അപ്പൊ തന്നെ ഈ പടിഞ്ഞാറുള്ള മനുഷ്യനെ പിടിക്കണേ എങ്ങനെയാണ്? അത് സംശയം. അപ്പൊ അസ്റായീൽ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നബിയെ, ഈ ലോകം എൻ്റെ മുന്നിൽ ഒരു പാത്രമാണ്. ആ പാത്രത്തിനകത്ത് ഇവിടെ മുന്തിരി, ഇവിടെ ആപ്പിള്, ഇവിടെ ഓറഞ്ച്, ഇവിടെ കാരക്ക, ഇങ്ങനെ വിവിധ തരത്തിലുള്ള പഴങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഞാനൊരു മുന്തിരി എടുക്കും, അതിനിട്ടൊരു കാരക്ക എടുക്കും, അതിനിട്ടൊരു ഓറഞ്ച് എടുക്കും. ഈ ഓറഞ്ച് എടുത്ത് എനിക്ക് കാരക്ക എടുക്കാൻ വണ്ടി കയറി പോണ്ട. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ പറക്കി 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 ഇടും. ഇതുപോലെ ഈ ഭൂമി എനിക്കൊരു പാത്രം പോലെയാണ്. അതിൻ്റെ എവിടെയെല്ലാം കിടക്കുന്നുണ്ടോ ആ ഓർഡർ അനുസരിച്ച് എനിക്ക് പറക്കി പറക്കി എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നല്ല. ഇങ്ങനെയുള്ള ഈ എടുക്കല് ആ മണ്ണെടുത്തപ്പോഴും ആ രീതിയിൽ തന്നെയായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് വാരി മണ്ണിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്. അപ്പൊ എവിടെ നിന്നെല്ലാം മണൽത്തരികൾ അസ്റായീലിന്റെ കയ്യിൽ പെട്ടിട്ടുണ്ടോ ആ പെട്ട മണൽത്തരികളെല്ലാം അവിടെ കൊണ്ടുപോയി ഇടുക എന്നുള്ളത് അല്ലാഹുവിന്റെ കടമയിൽപ്പെട്ടതാണ്. കണ്ടാ, അപ്പൊ ഇനി നിന്ന് സംസാരിക്കുന്ന ഞാൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിടിയിൽ പെട്ടത്
മദീനത്തുള്ള മണൽത്തരിയിലാണെങ്കിൽ ഞാൻ പോയി മദീനയിൽ പോയി മരിക്കും. മക്കയിൽ നിന്ന് അടുത്തെങ്കിൽ മക്കയിൽ പോയി മരിക്കും. അള്ളാഹു നല്ല മനുഷ്യന്മാരുടെ കൂടെ കിടക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കടമ വീട്ടുമ്പോൾ നമ്മൾ ആ ജനാസനെ എന്ത് ചെയ്യുകയാണ്? ഖഹറായിട്ട്, അത് അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തലാണ്. പടച്ച തമ്പുരാൻ അടക്കാൻ വേണ്ടി ഒരു സ്ഥലത്തുകൊണ്ട് ഈ മരിപ്പിച്ച നമ്മള് ആ ജനാസയെ നമ്മൾ ബലമായിട്ട് അവിടെ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഖത്തറിൽ നിന്ന് കൊണ്ടുവന്ന് തൃക്കാക്കരെ കൊണ്ടുവന്ന് അടക്കുകയാണ്. ഇത് അനുവദിക്കപ്പെട്ടതല്ല എന്ന് പറയാൻ കാരണം അതാണ്. സമ്പത്തും സമയവും നഷ്ടപ്പെടുത്തലും മയ്യത്തിനെ ഇടങ്ങേറാക്കലും വേറെ കാര്യം, അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തലാണ്. അപ്പൊ നമ്മളെ എവിടെ നിന്നാ അള്ളാഹു തആല സൃഷ്ടിക്കാൻ വേണ്ടി മണൽത്തരി എടുത്തത്? നമ്മുടെ എല്ലാം ദ്രവിച്ചാലും ആ തരി അരക്കൂടിന്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. അതിലേക്ക് എന്നിട്ട് മൊത്തം വന്ന് കൂടണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചില്ലേ എങ്ങനെയാ ഇതിങ്ങനെ കൂടണേന്ന്? അപ്പൊ 4 പക്ഷിനെ കറക്കാനൊക്കെ ഖുർആനിൽ പഠിപ്പിച്ച ചരിത്രം വന്നില്ലേ? 4 പക്ഷിനെ ഇറത്തിട്ട് എല്ലാത്തിനെയും കൂട്ടിക്കൊഴിച്ചിട്ട് 4 മലയെ കൊണ്ടിട്, എന്നിട്ട് അതിന്റെ തല എടുത്തിട്ട് ഇങ്ങോട്ട് വിളിക്ക്, 4 മലയെന്നും കഷ്ണങ്ങളിലും വന്നാണ്. ഇത് തന്നെ നമ്മളെ കൊണ്ടുവന്ന് അങ്ങോട്ട് അടക്കിയാൽ ഇത് ഈ മണ്ണിലേക്ക് അങ്ങോട്ട് ദ്രവിച്ച് ആകെ 4 പാടുമാവുകയാണ്. എന്നിട്ട് ആ ബോളിലേക്കാണ് ഇതെല്ലാം വന്ന് കൂടുന്നത്. ആ ബോൾ എവിടെ നിന്നാണോ അസ്രായേലിന്റെ കയ്യിൽ കെട്ടിയത് അവിടെ ആ ബോൾ കിടക്കും. ഇതാണ് പടച്ചോൻ വരാൻ പറഞ്ഞത്, അതെവിടെയാന്ന് നിനക്കറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, എവിടെയാണ് നീ മരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരം പടച്ച തമ്പുരാനാണ്. റഹ്മാനായ റബ്ബ്, ഇത്രയും പവറുള്ള അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്തിൽ അനുഗ്രഹത്തിൽ പങ്കാളികളാകാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ഈ അനുഗ്രഹത്തിനകത്ത് നിന്ന് നല്ല നിലയ്ക്ക് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് പടച്ചോൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മുടെ ഈ സാധാരണയൊക്കെ മുമ്പൊക്കെ വയലിൻ്റെ മജ്‌ലിസിലുണ്ട്, കുറേ നേരം വയൽ പറഞ്ഞ് കഴിയുമ്പോൾ മുസ്ലിയാർക്കൊരു കത്തൊക്കെ കൊടുത്തിട്ട് ലേലം വിളിക്കുന്ന പരിപാടിയൊക്കെ. ഇപ്പം അതൊക്കെ പോയി. എന്നാലും ഇവിടെ കുറച്ച് സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഈ പോയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേലം വിളിക്കുന്നതിനേക്കാളും ലാഭം അല്ലാത്ത നിലയ്ക്ക് കൈകാര്യം ചെയ്യില്ല. അതുകൊണ്ടിട്ടാണ് ഈ ഒക്കെ പോയത്, ചുമ്മാ പോയതല്ല. മുമ്പൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാശ് കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അപ്പം ഇതിനകത്തൊന്നും വലിയ വിശ്വാസവും താല്പര്യമൊക്കെ ആൾക്കാർക്ക് ഇല്ലാതെ ഇവിടെ അതൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം അപ്പം ഇതേ. എന്ന് പറഞ്ഞാൽ ഇപ്പം സദസ്സിലൊരു 10,000 ആൾക്കാർ ഇരിപ്പുണ്ടെന്ന് സങ്കല്പിക്കുക. മുസ്ലിയാർ വഴുതു പറഞ്ഞുകൊണ്ട് ഇക്കാലം നിർത്തിച്ചു. എന്നിട്ട് കോഴിമുട്ട എടുത്തിട്ട് സെക്രട്ടറി വിളിക്കുകയാണ്, ഒരു കോഴിമുട്ട 1 രൂപ. ആരും മിണ്ടല്ല കേട്ടോ. കുറേ നേരം ഇയാൾ പറയും 1 രൂപ 1 രൂപ 1 രൂപ. അവസാനം ഒരു കാക്ക ഉറക്കം തൂങ്ങിയത് 1 രൂപ 50 പൈസ. അപ്പം ഇയാൾ 1 രൂപ 50 പൈസ 1 രൂപ 50 പൈസ കുറേ പ്രാവശ്യം പറയും. അങ്ങനെ 2 കാല് 2 അരക്കാല് 2 മുക്കാല് ഇവരൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് 3 തരം 4 രൂപയുടെ മുട്ട ഉണ്ടോ പോയേക്കണേ 1.5 രൂപ. അങ്ങനെ പോയി. 1000 ആൾക്കാരെ കേട്ടോ ചുരുങ്ങിയത് മുമ്പിൽ. ഒരു 4 കൊല്ലം കഴിയുമ്പോൾ വാമശിലാരെ വഴുതിന് പിന്നെ ആ സ്ഥലത്തേക്ക് വിളിക്കും. അപ്പോൾ വാമശിലാരെ പതിപോലെ ചോദിക്കും ഇപ്പം എങ്ങനെയാ സാമ്പത്തിക അവസ്ഥയൊക്കെ? എൻ്റെ പൊന്നു അവസ്ഥ ആകെ പരാജയമാണ്. എന്തു പറ്റിയെന്ന് വെച്ചാൽ അന്ന് വാമിലാർ ഇവിടെ സ്റ്റേജിൽ ഇവിടെ ഒരു സെക്രട്ടറി ഒരു മുട്ട ലേലം വിളിച്ചത് ഓർക്കണ്ടോ? 1.5 രൂപയ്ക്ക് ആ കാക്ക മുട്ട കൊണ്ടേ തിന്നാനല്ലാതെ ആ പൈസ ഇതുവരെ തന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ലാഭമാണോ ലേലം വിളി? ആ സാധനം അപ്പ കടയിലേക്ക് കൊടുത്ത് 4 രൂപ കിട്ടിയേനെ. ഇതാണ് ഈ ലേലം വിളി നിന്നു പോകാൻ കാരണം. ഇവിടെ എന്തുകൊണ്ട് നിന്നില്ല? ഇവിടെ ഈ വില നോക്കാതെ വിളിക്കുന്ന ആൾക്കാരുണ്ട്, വിളിച്ചാൽ പൈസ കൊടുക്കണ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വരുമോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തന്നവർക്കും ഇത് ഇവിടെ ഈ മജ്‌ലിസിൽ നിന്ന് കൊണ്ടുപോകുന്നവർക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല ഖൈറായ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതിനകത്ത് ആരാ വിളിക്കണാരാ? കൂടാരം കെട്ടലും സർക്കസ് കളിക്കണം. പെരുമ്പാവൂർ സർക്കസ് കിടക്കണ്ട, അവിടെ അങ്ങനല്ല, കെട്ടടൂരല്ല കളിക്കണേ. അപ്പൊ എന്തായാലേ ഈ സാധനം ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട സാധനം കേട്ടോ. ഇത് തേനാണ്, 2 കുപ്പി തേൻ. ഫിഹി ശിഫാഉൻ ലിന്നാസ്. ഇരിക്കും തോറും ഗുണം കൂടുന്ന സാധനം കേട്ടോ ഇത്. കേടാവുമല്ല, ഇരിക്കും തോറും ഗുണം കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നല്ല സമയമാണ്, ഒരു 3 സലാത്തൊന്ന് ചൊല്ലിയിട്ടേ ഇത് കൊണ്ടുപോണവർക്ക് ഗുണം കിട്ടട്ടെ. ഇന്നിപ്പോൾ ഇതേ നമ്മുടെ വീട്ടിൽ ഉള്ള ഈ മൊബൈലിനകത്ത് ഈ വാട്സപ്പിൽ വന്നൊരു പടം കാണിച്ചു തന്നു. പടച്ച തമ്പരാനെ അവിടെ കർണാടക സ്റ്റേറ്റിൽ എങ്ങാണ്ട് ക്യാൻസറിന് പച്ചമരുന്ന് കൊടുക്കണം. എന്നിട്ട് ഏണ്ടൊരു മൂർത്തിയോ 200-200 കിലോമീറ്റർ വനത്തിൽ കൂടെ തന്നെ പോകണമെന്നാണ് പറയണേ.
നമ്മുടെ മോൻ്റെ കൂട്ടുകാരൻ്റെ വാപ്പാക്ക് ക്യാൻസറാണ്. ഇവൻ വണ്ടി എടുത്തിട്ട് വാപ്പാനെ കൊണ്ടുവന്ന് അവിടെ എങ്ങാണ്ട് വയനാട്ടിലോ എങ്ങാണ്ട് ഹോട്ടലിൽ താമസിപ്പിച്ചിട്ട് ഇവനും കൂട്ടുകാരും കൂടെ പോയി. അവിടെ ചെന്ന് രാത്രി 8 മണിക്കാണ് ചെന്നതെന്ന് പറയണം. അവിടെ പായ് വിരിച്ചിട്ടാണ് ക്യൂ പിടിക്കണ, പായ് വിരിച്ചിട്ടാണ്. പായ് വിരിച്ച് കിടന്നു. ഇവരൊരു 11 മണിയായിപ്പോൾ എഴുന്നേറ്റൊക്കെ ഇപ്പോൾ അങ്ങ് ഹട്ടങ്ങ് പോയി. പായ് നേരം വെളുത്ത് 8 മണിക്ക് മൂർത്തി, നാരായണ മൂർത്തി അങ്ങനെ അങ്ങനെ പേര്, ഈ ആദിവാസി വനത്തിൽ താമസിക്കുന്ന ആള്, ഒരു ഓല ഷെഡിലാണ് കിടക്കണമെന്ന് പറഞ്ഞു. ഒരു 10-2000 ആളുണ്ടെന്ന് പറഞ്ഞു മരുന്ന് മേടിക്കാൻ വന്നേക്കണം. 300 രൂപയാണ് മരുന്നിൻ്റെ വില. 500 രൂപ കൊടുത്താൽ മേടിക്കൂല, 300 രൂപ. ഇത് ഏതാണ്ട് ഇലയാണ് കൊടുക്കണേ. ഇത് കൊണ്ടുപോയി ഇയാൾ പറഞ്ഞ രീതിയിൽ കഴിച്ചവർക്ക് ക്യാൻസർ പറ്റേ മാറിയേക്കുക. വൃക്ക തകരാറിലായിട്ട് പിന്നെ ഇതിനകത്ത് ബ്ലഡിനകത്ത് ക്യാൻസർ കയറിയിട്ട് ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് വരെയും ശിഫ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ അനുഭവങ്ങളും. 10-2000 ചില്ലുവാൻ ആൾക്കാരുണ്ടെന്ന് ആ കാട്ടി കൂടിയേക്കണത്. അപ്പം എന്താ ഇത് മനസ്സിലാവണത്? പടർന്നു പിടിക്കുക, ഈ രോഗം പടർന്നു പിടിക്കുക. അല്ലാഹുവേ, ഈ മജ്ലിസിൽ നിന്ന് ഇത് കൊണ്ടുപോയി കഴിക്കുന്ന കുടുംബം, ആ കുടുംബ അംഗങ്ങളിൽപ്പെട്ട ഒരാൾക്കും ഞങ്ങളിൽ ചെല്ലുന്ന സലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട്, ഈ മജ്ലിസ് പറയുന്ന ദുആഇന്റെ മഹത്വം കൊണ്ട് ഈ പറയപ്പെട്ട മാരകമായ രോഗം അല്ലാഹുവേ ആ കുടുംബത്തിലേക്ക് കടന്നു വരാതെ ഇത് കൊണ്ടുപോയി കഴിക്കുന്ന കുടുംബാദികളെ നീ കാക്കണേ പടച്ചോമ്പരാനെ. വല്ലാത്തൊരവസ്ഥ. സമ്പാദിച്ചത് മൊത്തം പൂവമാനികൾ, എന്നിട്ടേ ഈ സാധനം പള്ളിക്കാട്ടിലേക്ക് പോകണം. അതാണ് ഇപ്പം ക്യാൻസർ. അപ്പം ഷിഫാഉൻ ലിന്നാ ഫീഹി ഷിഫാഉൻ ലിന്നാസ് എന്ന് അള്ളാഹ് പറഞ്ഞ സാധനമാണ്. ഇത് 2 കുപ്പിയുണ്ട്. ഇത് കിട്ടുന്നവർക്ക് ഈ ഒരു ഗുണം കിട്ടാൻ വേണ്ടി. ഇതുപോലെ മാരകമായ എന്ത് രോഗമുണ്ടോ, പടച്ചവനെ ICUവിൽ കയറാനും കിടക്കാനും ഇട വരുത്തല്ലേ റബ്ബേ. എൻ്റെ ഒരു ആത്മസുഹൃത്താ മക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്, ഒരു അലിയാരൂട്ടി മാഷങ്ങൾ കേട്ടിട്ടുണ്ടാവും. അറബി സാർമാരുടെ കൂട്ടത്തിൽ ഉറച്ച സുന്നി അദ്ദേഹം. ഓരോ ഓർമ്മയില്ലാണ്ട് കിടക്കുകയാണ്, ദിവസങ്ങളായി ICUവിൽ കിടക്കുകയാണ്. അള്ളാഹുവേ, ICUവിൽ കിടക്കേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്ക് ആർക്കും വരുത്തല്ലേ പടച്ചവനെ. ഞാൻ കയറി ഒന്ന് കാണാൻ വേണ്ടി ചെന്നു ബഹുമാനികളെ. ഓർമ്മയുള്ള സമയത്താണ് ഞാൻ ചെന്നത്. എന്നോട് ചോദിച്ചു കുടിക്കാൻ വെള്ളം, പറഞ്ഞിട്ട് ശരിക്കും തിരിയണില്ല, കുടിക്കാൻ വെള്ളം തരാമോ. മാർക്കറ്റിനകത്ത് കയ്യും കാലും കെട്ടിയിട്ട് കാളേനെ ഇറക്കണത് പോലെയാണ് പല ICU. നിങ്ങളെ ആശുപത്രിനകത്തന്നെ നിങ്ങളുടെ ആശുപത്രിനെ പറ്റിയല്ലേ പറഞ്ഞത്. ICU ഒരു 99% രോഗിക്ക് എന്താ ചെയ്യണമെന്നുള്ള പുറത്തുള്ളവർ അറിയണില്ലല്ലോ. ബില്ലുകൊണ്ടൊന്നും കൊടുക്കലാണ്, അതിന് വെള്ളവും കൊടുക്കണില്ല, മരുന്നും കൊടുക്കണില്ല, കെട്ടിയിട്ടേക്ക് കൊണ്ട്. പടച്ചവനെ, അങ്ങനെയുള്ളതിനകത്തൊന്നും കിടക്കാൻ ഇട വരുത്തല്ലേ റബ്ബേ. പ്രത്യേകിച്ചും ഇത് കൊണ്ടുപോയി കഴിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വരാതെ കാക്കണേ പടച്ചോമ്പരാനെ. തുഴക്കാവിൽ വഴുതു വരാൻ ചെന്നപ്പോൾ ഒരു വെള്ളിയുടെ മോതിരം ലേലം വിളിച്ചു. അപ്പോൾ ഇവിടുന്ന് ആണ് വിളിക്കും 50,000, അപ്പം തന്നെ പെണ്ണുമ്പോൾ വിളിക്കും 51. അപ്പം ഞാൻ ഇങ്ങനെ ഇതാരും ഇതിങ്ങനെ ഈ മൂപ്പര് വിളിച്ചാൽ അപ്പം തന്നെ ആ പെണ്ണ് വിളിക്കും, ആ പെണ്ണ് വിളിച്ചാൽ അപ്പം തന്നെ ഈ മൂപ്പരും വിളിക്കും. അങ്ങനെ അവസാനം സംഗതി അങ്ങോട്ട് തന്നെ ഉറപ്പിച്ചു, വീട്ടുകാരിക്ക് തന്നെ ഉറപ്പിച്ചു. കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു കമ്മിറ്റിക്കാരോട്, ആരെ വിളിച്ചിരുന്നു? ആ മൂപ്പരെ കെട്ടിയോളാം ചോദിക്കേ. ഞാനിവിടെ ലേലം വിളിക്കുമ്പോൾ പെണ്ണുമുള്ള എൻ്റെ മോളിൽ കയറ്റി വിളിച്ചാൽ ഞാൻ പോണ വഴിക്ക് ചവിട്ട് കൊടുക്കും. നിന്നോട് ആരാടി എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലേ, അങ്ങനെയല്ലേ എൻ്റെ സ്വഭാവം പറഞ്ഞ, നിങ്ങളുടെ സ്വഭാവമല്ല കേട്ടോ. ഇതങ്ങനെയല്ല. ഭർത്താവ് വിളിച്ചപ്പോൾ ഭാര്യ മുന്നേറി കിടക്കുകയാണ്. എന്നിട്ട് എൻ്റെ വീട്ടിൽ അന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ദിവസം വഴലല്ലേ. എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ട് സൽക്കരിച്ചു മുമ്പ് ഭാര്യയും ഭർത്താവും കൂടെ മത്സരം ദീനിൻ്റെ കാര്യത്തിൽ. നല്ല ടൈം. എന്താ ആഴ്ചയെന്നറിയോ? വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ്. ഈ സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസത്തിൻ്റെ നേതാവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ എന്താണെന്നറിയോ? ദിവസത്തിൻ്റെ നേതാവാന്ന് പറഞ്ഞിട്ട് കൂടുതൽ നിൽക്കിരിക്കാനല്ല നബി പറഞ്ഞേ, എൻ്റെ പേരിലുള്ള സലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കുമെന്ന്. ഈ ദിവസത്തിൻ്റെ പവർ പറഞ്ഞത് അങ്ങനെയാണ്. കാരണം എന്താ? ഈ ദിവസം ചെല്ലുന്ന സലാത്ത് നബിത്തങ്ങൾ നേരിട്ട് വെക്കുന്ന. അതുകൊണ്ട് ഈ നിൽക്കുന്ന 2 അടിയാറുകളുടെ പേരിൽ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് എല്ലാവരും ചൊല്ലുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി
അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. പടച്ച റബ്ബേ, ഈ അമലിൽ പങ്കെടുത്തുകൊണ്ട് ഈ സലാത്ത് ചൊല്ലിപ്പിച്ച ഈ രണ്ടടിയാറുകൾക്കും പൊന്നാറ റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ടുള്ള മൗത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബാദികൾക്ക് നൽകണേ അല്ലാ. ഈ മജ്ലിസ് ഈ വെള്ളിയാഴ്ച രാവ് ചൊല്ലിയ സലാത്തിന്റെ കൂലി അള്ളാഹുവേ ഇവരിൽ നിന്ന് ആരെല്ലാം ഖബറിലുണ്ടോ പടച്ചവനെ, ബസരി തങ്ങൾ പറഞ്ഞതുപോലെ സ്വർഗീയ കിരീടം ചൂടാൻ ഉപകരിക്കുന്ന അമലാക്കി കൊടുക്കണേ പടച്ചവരാനെ. അള്ളാഹുവേ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും 10 വീതം കണക്കാക്കി, തങ്ങൾ അങ്ങനെ പറഞ്ഞേ, ഈ ഇരുന്ന് ചെല്ലിയ ഓരോരുത്തർക്കും 10 വീതം കണക്കാക്കി ഈ 2 സാധുക്കൾക്കും അവരുടെ കുടുംബാദികൾക്കും പാപം പുറത്തു കൊടുക്കണേ പടച്ചവനെ. പദവികൾ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അസ്വസ്ഥതകൾ നീക്കി കൊടുക്കണേ പടച്ചവനെ. എന്തെല്ലാം നല്ല നെയ്യത്താണോ ഇതിങ്ങളുടെ മനസ്സിലുള്ളത് പടച്ചവനെ, ഈ സദക്ക ഇവിടെ കൊടുക്കുന്നതിന്റെ മഹത്വം കൊണ്ടും ഈ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ടും അതുങ്ങളുടെ മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങളെ നീ വീട്ടിൽ കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ, വെള്ളിയാഴ്ച പാതിരാത്രി ആ ഇൽമിന്റെ മജ്ലിസില് പൊന്നാർ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് ഞാൻ ഇന്ന കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടിട്ടാണല്ലോ അത് വാങ്ങിയത് പടച്ചവനെ, അതെനിക്ക് നടന്നില്ലല്ലോ എന്ന് നിരാശപ്പെടേണ്ട അവസ്ഥ ഈ 2 അടിയാറുകൾക്കും വരാതെ കാക്കണേ പടച്ചവൻ വരാന്. ഏത് രോഗം ശിഫയാകാൻ വേണ്ടിയാണോ കഴിക്കുന്നത് പൊന്നാർ നബിയുടെ ഹക്ക് കൊണ്ട് ശിഫ കൊടുക്ക അല്ലാ. മാരകമായ ക്യാൻസർ പോലുള്ള ഭീകരമായ രോഗം ഈ 2 വ്യക്തിത്വങ്ങൾക്കും അവരുടെ കുടുംബാദികൾക്കും വരാതെ പടച്ചവനെ ഞങ്ങൾ ദുആ ചെയ്തുപോലെ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ കാക്കണേ പടച്ചവനെ. അങ്ങനെ ഞങ്ങൾ എന്തെല്ലാം നിന്നോട് ചോദിച്ചു അതെല്ലാം ഇതുങ്ങൾക്കും കുടുംബാദികൾക്കും നൽകണേ അല്ലാ. എന്തെല്ലാം അഭയം തേടിയോ അതിനെല്ലാം കാക്കണേ പടച്ചവനെ. എപ്പോഴാണ് താട പിടിച്ച് നെറുകയിലേക്ക് കെട്ടുന്നതെങ്കിലും ആ സമയം മുതൽ തൻ്റെ സ്വത്തായി തന്നോടൊപ്പം പോരുന്ന തനിക്ക് ഖബറടത്തിൽ പ്രകാശിക്കുന്ന സമ്പത്തായിട്ട് സ്വന്തം മുതലാക്കി പടച്ചവനെ നീ സദക്കനെ കബൂലാക്ക് അല്ലാ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനെ, ഇവിടെ കൂടെ ഞങ്ങൾക്കെല്ലാം അല്ലാഹുവേ ജീവിതകാലം നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് താട്ടെ അല്ലാ. പടച്ചവനെ, മാരകമായ ഭീകരമായ ജനങ്ങൾ അറയ്ക്കുന്ന, വെറുക്കുന്ന, പരിഹസിക്കുന്ന, അവയവങ്ങൾക്ക് വൈകല്യങ്ങൾ സംഭവിക്കാവുന്ന രോഗങ്ങളെ കൊണ്ടൊന്നും ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. മലത്തിലും മൂത്രത്തിലും കിടക്കാനുള്ളൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ ആരുടെയും ജീവിതം ആർക്കും ഭാരമാക്കല്ലേ പടച്ചവനെ. ജീവിക്കുന്ന കാലം നിനക്ക് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാ, ഈ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ പിരിയുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ട നിലയ്ക്ക് തവ്വാബീങ്ങളിൽപ്പെട്ട് ഞങ്ങളെ നീ ഇവിടുന്ന് മടക്കണേ പടച്ചോമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പോലെയൊക്കെ കൂടേണ്ട ഞങ്ങളുടെയൊക്കെ കാരണന്മാർ, കൂട്ടുകുടുംബാദികൾ, വേണ്ടപ്പെട്ടവരൊക്കെ ഖബറിലാണ് പടച്ചവനെ. അവരൊക്കെ ഖബറുകളെ നീ സ്വർഗതോപ്പാക്ക് റബ്ബേ. ഈ മഹാപാവിയുടെ പിതാവും എൻ്റെ ഭാര്യ പിതാവും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പടച്ചതമ്പുരാനെ. അവരുടെയൊക്കെ ഖബറുകളെ നീ നരകക്കുഴി ആക്കല്ലേ അല്ലാ. ഹസനാത്തികൾ പെരുപ്പിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളിൽക്കെ പലരും പല രോഗങ്ങളെ കൊണ്ടും വിഷമിക്കുന്നവരാണ്. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ, ഞങ്ങളുടെയൊക്കെ ഇണകൾ, ഞങ്ങളുടെയൊക്കെ മക്കളൊക്കെ പലരും രോഗങ്ങളെ കൊണ്ട് വേദനിക്കുന്നവരാണ്. ഷാഫിയായ, കാഫിയായ, മുആഫിയായ റബ്ബേ ശിഫ തരണേ തമ്പുരാനെ. ജീവിക്കുന്ന കാലം നിനക്ക് സുജൂദ് ചെയ്യാനുള്ള ആരോഗ്യം തരണേ തമ്പുരാനെ. അല്ലാ, ഞങ്ങളുടെയൊക്കെ ഇൽമിനെ നാഫിയാക്ക അല്ലാ. ഓർമ്മശക്തി അധികരിപ്പിക്കുക അല്ലാ. മക്കളെയൊക്കെ സാലിഹ്യങ്ങളും സാലിഹത്തുകളും ആലിമ്യങ്ങളും ആലിമത്തുകളും ആക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടെങ്കിലും എല്ലാം സ്വസ്ഥമാക്കി താട്ടെ റഹ്മാനെ. നിന്നോടല്ലാതെ ചോദിക്കാനില്ല പടച്ചവനെ, നീ ഞങ്ങളുടെ ദുആ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെയോ ഞങ്ങളുടെ വാഹനങ്ങളെയൊന്നും അപകടത്തിൽപ്പെടുത്തല്ലേ റബ്ബേ. മോർച്ചറിയിലെ മയ്യത്ത് അങ്ങനെ പറയാനും കേൾക്കാനും ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബാദികൾക്കോ ഇടവരുത്തല്ലേ റഹ്മാന്. കള്ളക്കേസിലൊന്നും ഞങ്ങളെ കൊടുക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ കൊടുക്കല്ലേ പടച്ചവനെ. റഹ്മാനായ അള്ളാഹുവേ, മക്കളെയൊക്കെ തട്ടിക്കൊണ്ടുപോവുകയും കെണിയിൽ വീഴ്ത്തുകയും ചെയ്യുന്ന പരിശ്രമങ്ങളൊക്കെ നീ വ്യാപകമാണ്. ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെയൊക്കെ കാക്കണേ പടച്ചവൻ വരാന്. ഞങ്ങളുടെ ആൺമക്കളെയൊക്കെ കാക്കണേ പടച്ചവൻ വരാന്. റഹ്മാനായ അള്ളാഹ്, റോഹിംഗ്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടിൽ വരാതെ കാക്കണേ പടച്ചവൻ വരാന്. അള്ളാഹുവേ, ആ നാടിൽ ദുരിതവും വേദനയും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് നീ വിജയം കൊടുക്കണേ തമ്പുരാന്. അള്ളാഹുവേ, ഫിർഔനിനെ നീയാ കൈകാര്യം ചെയ്ത് പഠിച്ചവനെ. ധിക്കാരികളെ കൈകാര്യം ചെയ്ത ധാരാളം മാതൃകകൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ലോകമെമ്പാടും ഈ ഉമ്മത്തിനെ വേദനിപ്പിക്കുന്ന ധിക്കാരികൾക്ക് റോഹിംഗ്യൻ ഭരണകൂടത്തിന് നല്ല നിലയ്ക്ക് നീ കൈകാര്യം ചെയ്തുകൊണ്ട് പഠിച്ചവനെ നീ മാതൃകയായിട്ട് പാഠം കൊടുക്കണേ തമ്പുരാന്. ഫിർഔനിനെ നശിപ്പിച്ചതുപോലെ, നമ്രൂദിനെ തകർത്തതുപോലെ അള്ളാഹുവേ, റോഹിംഗ്യൻ ഭരണാധികാരികളെ നീ തകർക്കണേ പടച്ചോമ്പരാനെ.
നീ കൈകാര്യം ചെയ്യണേ പടച്ചോമ്പുരാനെ. പെടഞ്ഞു മരിക്കുന്ന, കത്തിച്ചാമ്പലാകുന്ന, ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കൊക്കെ ശുഹദാക്കളുടെ പദവി കൊടുക്കും പടച്ചവന്. റബ്ബുൽ അലീമായ നാഥ, ദീനിൻ്റെ പേരിലുള്ള പരിശ്രമങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അതിനെല്ലാം നീ വിജയിപ്പിക്കണേ അമ്പുരാനെ. ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ മംഗലാപ്പിലാണ്, അസ്വസ്ഥതയിലാണ് പടച്ചോമ്പുരാനെ. ഇവിടുത്തെ സൗഹാർദ്ദതയും സ്നേഹവും തകർക്കുന്ന ഒരു വിധത്തിലുള്ള പരിശ്രമങ്ങളും ഈ രാജ്യത്തും വിജയിപ്പിക്കാതെ നീ കാക്കണേ അമ്പുരാനെ. ദീനിനോടും ദീനിൻ്റെ ചിഹ്നങ്ങളോടും വെറുപ്പുള്ളവരെ അള്ളാഹുവെ ഈ സമുദായത്തിൻ്റെ മേൽ അധികാരികളാക്കി തുടർത്താതെ കാക്കണേ തമ്പുരാനെ. റബ്ബുൽ അലീമായ നാഥ, ഈ അമലിനെ എല്ലാ അർത്ഥത്തിലും നീ വിജയിപ്പിക്കണേ അമ്പുരാനെ. റഹ്മാനെ, ഈ മജ്ലിസിൽ വന്ന് പങ്കെടുത്തതിൻ്റെ വർക്കത്തുകൊണ്ട് ഞങ്ങളിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും സലാമത്താക്കി തന്നെ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി തന്നെ പടച്ചവനെ. ഞങ്ങളുടെ വിവാഹപ്രായത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇണകളെ എത്തിച്ചേർന്ന് പടച്ചോമ്പുരാനെ. റഹ്മാനായ അള്ളാഹ്, എപ്പോഴാ അന്ത്യമെന്ന് അറിയില്ല പടച്ചവനെ. ഇതുപോലുള്ളൊരു നല്ല ദിവസത്തിൽ നല്ല നിലക്കുള്ള അന്ത്യം നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഇനി ഒരു വെള്ളിയാഴ്ചയുണ്ടോ, വെള്ളിയാഴ്ച രാവുണ്ടോ, ഇനി ഞങ്ങൾക്കൊരു മജ്ലിസുണ്ടോ? അള്ളാഹുവേ, ഇതിൻ്റെ എല്ലാം വിവരം നിൻ്റെ അടുക്കലാണ്. അല്ലാ, ഞങ്ങളുടെ അന്ത്യം നന്നാക്കി താട്ടെ അല്ലാ. പടച്ചവനെ, കയ്യും കാലും കെട്ടിയിട്ട് ഐശ്വര്യ കിടന്ന് മരിക്കേണ്ട അവസ്ഥ ഒന്നും ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. അള്ളാഹുവേ, നെറ്റി വേർത്ത് കണ്ണുനീരൊഴുകി ചുണ്ടുകൾ ഉണങ്ങി നല്ല ലക്ഷണങ്ങളാണതെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം താട്ടെ റബ്ബേ. അറിയാതെ മലവും മൂത്രവും പോകുന്ന, ജോയിന്റുകളെല്ലാം വിട്ടുപോകുന്ന, ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്ന ഭയാനകമായ സക്രാത്ത് അല്ലാ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി താട്ടെ അല്ലാ. മൃഗം വലിക്കുന്ന പോലെ ഞങ്ങളെ വലിപ്പിക്കല്ലേ പടച്ചവനെ. ഉമ്മച്ചയെ വാപ്പിച്ചേന്ന് മക്കളെ കൊണ്ട് വിളിച്ച് കരയിപ്പിക്കല്ലേ പടച്ചവനെ. റഹ്മാനായ അല്ലാ, താട പിടിച്ച് നെറുകയിലേക്ക് കെട്ടി ഞങ്ങളെ വെള്ളത്തുണിയിട്ട് മൂടുമ്പോൾ നാടിൻ്റെ നാനാഭാഗത്തുനിന്നും വരുന്ന ഞങ്ങളുടെ സ്നേഹിതന്മാർ, സ്നേഹിതകൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ ശിഷ്യഗണങ്ങൾ പഠിച്ചവനെ, ആ മുഖത്ത് നിന്ന് ആ തുണി മാറ്റി നോക്കുമ്പോൾ സുഗന്ധം കിട്ടുന്ന, പുഞ്ചിരിയോടെ ഉറങ്ങുന്ന ഒരു മുഖം ദർശിക്കാൻ കാമിലായ ഈമാനോടെ ഞങ്ങൾക്ക് മൗത്ത് താട്ടെ അല്ലാ. ദുർഗന്ധം കിട്ടുന്ന മയ്യത്താക്കല്ലേ പടച്ചവനെ. ഭയപ്പെട്ട് കിടക്കുന്ന പോലുള്ള മുഖമാക്കല്ലേ പടച്ചവനെ. റഹ്മാനായ അല്ലാ, ഞങ്ങളുടെ ജനാസ പ്രദർശന വസ്തുവായിട്ട് ജമ്മിൻ്റെ വക്കത്ത് വിട്ട് പിന്തിപ്പിച്ച് ഇവിടെ കിടത്തല്ലേ തമ്പുരാനെ. ഞങ്ങൾക്ക് വെറുപ്പുള്ളവരുടെ കയ്യിലൊന്നും ഞങ്ങളുടെ ജനാസ കൊടുക്കല്ലേ പടച്ചവനെ. ഇടറുന്ന തൊണ്ടയോടെ, ഒലിക്കുന്ന കണ്ണുകളോടെ, വിറയ്ക്കുന്ന അധരങ്ങളോടെ, പാപ്പിച്ചേ ഉമ്മച്ചേ എന്നുള്ള ശബ്ദമില്ലാത്ത വിളിയോടെ ഞങ്ങളെയൊക്കെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും നിസ്കരിക്കാനും മറയടക്കാനും ഒക്കെ ഞങ്ങളുടെ മക്കളെ നീ പ്രാപ്തരാക്കി താട്ടെ റബ്ബേ. അങ്ങനെയുള്ള പ്രാപ്തിയും യോഗ്യതയൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് എത്തുന്നത് വരെയും ഞങ്ങളുടെ മൗത്തിനെ പിന്തിപ്പിക്കണേ പടച്ചോമ്പുരാനെ. ഞങ്ങളുടെ മക്കളുടെയും പേരക്കുഞ്ഞുങ്ങളുടെയും ജനാസ എടുക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിധി തരല്ലേ അല്ലാ. ഞങ്ങളുടെ ആരുടെയും ഖബറുകൾ ഞെക്കിക്കളയല്ലേ അല്ലാ. ഞങ്ങളുടെ ഹിസാബ് എളുപ്പാക്കി താട്ടെ അല്ലാ. അർശിന്റെ തണലിൽ ഞങ്ങൾക്ക് കൂടാൻ ഭാഗ്യം താട്ടെ അല്ലാ. ഹൗദുൽ കൗസർ കുടിക്കാനുള്ള യോഗ്യത താട്ടെ അല്ലാ. പടച്ചവനെ, മിന്നൽ വേഗത്തിൽ സിറാത്ത് കടക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ഈ മുന്നിലിരിക്കുന്ന പാവങ്ങൾക്കൊക്കെ അശറത്തുൽ മുബശ്ശിരീങ്ങളുടെ കൂടെ കൂടാനും, ഈ വശങ്ങളിലിരിക്കുന്ന പാവങ്ങൾക്കൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂടെ കൂടാനും അള്ളാഹുവേ നീ മഹാഭാഗ്യം തരണേ പടച്ചവമ്പുരാനെ. റബ്ബുൽ അലീമായ നാഥ, ഈ ദുനിയാവിൽ ഞങ്ങളെ കുടുംബമാക്കിയത് നീയാണ്. നിന്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഞങ്ങളെ കുടുംബമാക്കണേ പടച്ചവനെ. ഈ ദുനിയാവിലെ ഞങ്ങളെ സ്നേഹിതന്മാരും സ്നേഹിതകളുമാക്കിയത് നീയാണ്. അള്ളാഹുവേ, നിന്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. നിന്നെ നേരിട്ട് കാണുക എന്ന ലിഖാ എന്ന മഹാഭാഗ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അല്ലാ, ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല അല്ലാ. നിന്റെ ഹബീബായ സയ്യിദായ ഖുർറത്തുൽ ഐനായ ലോകത്തിന്റെ മുത്തായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ എന്തെല്ലാം ചോദിച്ചു അതെല്ലാം നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. തങ്ങൾ എന്തിൽ നിന്നെല്ലാം അഭയം തേടിയോ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും കാക്കണേ പടച്ചവനെ. اللهم أصلح أمة محمد صلى الله عليه وسلم. اللهم ارحم أمة محمد صلى الله عليه وسلم. اللهم فرج عن أمة محمد صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീഅൽ അംബിയാൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.